തുടങ്ങാല്ലേ? അപ്പൊ കേൾക്കുന്നുണ്ടോ? നേരത്തെ ഒരു ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് കേൾക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേട്ടിരുന്നു ഇല്ല അല്ലേ? ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സാറേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമുക്ക് UGC നെറ്റ് പരീക്ഷയുടെ രണ്ടാമത്തെ നമ്മുടെ ഡിസ്കഷൻ ആണ്. ഇന്നലെ താരതമ്യേന സിമ്പിൾ എന്ന് തോന്നുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഷിഹാബ് സാറോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലോജിക്കൽ റീസണിങ്, അതേപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്, അത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പൊതുവെ കുട്ടികൾ പറയാറുള്ളത്. ആ ഏരിയ ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ അതിലേക്ക് വരാം. എന്റെ സ്ലൈഡ് ഒന്ന് പ്രസന്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഓരോ ചോദ്യത്തിനും ഓരോ സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിന് ടൈം ഇല്ലാത്തൊരു പ്രശ്നം പൊതുവെ കുട്ടികൾ പറയാറ്. എന്തായാലും നമുക്ക് നോക്കാം. പ്രോബ്ലത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യണം. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിങ്ങൾ സിലബസ് കാണുകയാണെങ്കിൽ, എന്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നില്ല, സിലബസ് കാണുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ അതിന്റെ ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, ഇതിൽ സിലബസിൽ കുറെ കണ്ടന്റ് പറയുന്നുണ്ട്. ഡാറ്റ, ടൈപ്പ് ഓഫ് ഡാറ്റ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. അതൊന്നും നമ്മൾ നോക്കണ്ട. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പുതിയ കുട്ടികൾക്ക് ശ്രദ്ധിക്കുക. നമ്മൾ അതിൽ വരുന്നത് എങ്ങനെയായിരിക്കും, ഒരു ടേബിള് തരും. ഈ ടേബിളിന്റെ ബേസിൽ 5 ചോദ്യം ഉണ്ടാവും. ഈ 5 ക്വസ്റ്റ്യന് നമ്മൾ 5 ഇന്നലെ പറഞ്ഞ പോലെ 2 മാർക്ക് നമുക്ക് എന്താ പറയുക, മാർക്ക് ഉത്തരം എഴുതിയാൽ മതി. ചില സമയത്ത് ഒരു ടേബിൾ, അതിൽ നിന്ന് 5 ക്വസ്റ്റ്യന് പകരം ചിലപ്പോൾ ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് 3 ക്വസ്റ്റ്യനും രണ്ടാമത്തെ ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് 2 ക്വസ്റ്റ്യനും, അങ്ങനെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ഇങ്ങനെയും തരാറുണ്ട്. ഇങ്ങനെ തരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 2 ടേബിൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ടൈം പോകും. ഇവിടെ നിങ്ങൾ ഇനി എക്സാം, ഈ ആഴ്ചകളൊക്കെ എക്സാം, അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് എക്സാമിന് പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നിങ്ങൾ ഒരിക്കലും ആദ്യത്തെ ടൈമിൽ എന്ത് ചെയ്യരുത്, ഈ എക്സാം അപ്പിയർ ചെയ്യുക, സോറി, ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമർ 180 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. 180 പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങി 180, പിന്നെ 179, 178, ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയി വരുന്നു. 120 ആണ് നമ്മുടെ ഫസ്റ്റ് പേപ്പറിന്റെ ടൈം. പേപ്പർ 1ന്റെ എന്റെ ടൈം 120 ആണ്. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് അതേപോലെ തന്നെ എങ്ങനെ എഴുതണം എന്നുകൂടി പഠിക്കുക, ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ 120ക്കുള്ളിൽ നമ്മുടെ ഈ ഫസ്റ്റ് പേപ്പർ തീരണം. 120ക്ക് ശേഷം 119, 118, 100 ഇങ്ങനെ താഴെ വരുന്നത്, 0 വരെ എത്തുന്നത് പേപ്പർ 2നുള്ള സമയമാണ്. പേപ്പർ 2ന്റെ സമയം പേപ്പർ 2ന് തന്നെ കൊടുക്കണം. കാരണം നമുക്ക് എഴുതിയ ആളുകൾക്ക് കുറച്ചൊന്ന് പഠിച്ച് ഒരു പ്ലാൻ ഇല്ലാതെ എഴുതിയ ആളുകൾക്ക് മനസ്സിലെന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഫസ്റ്റ് പേപ്പറിന്റെ, ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എപ്പോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പേപ്പറിന്റെ ആദ്യത്തെ 180 നിന്നും, എന്റെ ഒരു കാൽക്കുലേഷൻ ആണ്, 180 നിന്നും ഒരു 140 വരെ എത്തും. അതായത് 20 മിനിറ്റ് ഉണ്ടല്ലോ. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ക്വസ്റ്റ്യന് ഈസി ആയത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുന്നത് നമുക്ക് പരീക്ഷ പോകുന്നതിന് മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മോക്ക് ടെസ്റ്റ് ചെയ്യാതെ പോയിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും പരീക്ഷ ആളുകൾ. അപ്പൊ ഈസി ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് കണ്ടാൽ തന്നെ വായന തുടങ്ങിയത് നമുക്ക് മനസ്സിലാവും ഇത് കിട്ടൂലേ. വായിക്കുന്ന ഉത്തരം എഴുതുന്നു 1, രണ്ടാമത് വായിക്കാൻ തുടങ്ങുന്ന മനസ്സിൽ കിട്ടൂല 3, മാത്തമാറ്റിക്സ് ആണ് 4, റീഡിംഗ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ റീഡിംഗ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതൊക്കെ സ്കിപ്പ് ചെയ്യാം, റീഡിംഗ് കോംപ്രിഹെൻഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു 20ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വരും. അത് അവിടെ സ്കിപ്പ് ചെയ്ത് പോയി അവസാനം ഈസിയായി കിട്ടുന്നത് മാത്രം. അങ്ങനെ ഒരു 20 മിനിറ്റുള്ള അത് വേഗം തീരും. അപ്പൊ നമ്മളൊരു 10ഓ 15ഓ ക്വസ്റ്റ്യൻ ആണ് എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ 15 ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ട് അറിയുന്നതായിരിക്കും.
15 × 2 30 മാർക്ക് ഉറപ്പിച്ചു. അപ്പൊ ഇത് നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനം. ഇനി ഇതിങ്ങനെ ടൈം കറക്റ്റ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഏറെക്കുറെ ഇങ്ങനെ നോക്കണം. അടുത്ത റൗണ്ട് 140 നിന്നും ഇനി നമുക്ക് വരാനുള്ളത് 120 180 നിന്നും 140 എത്തുമ്പോഴേക്ക് 160 അവിടെ ഉദ്ദേശിച്ചിട്ടാണ്. 160 ആദ്യത്തെ 20 മിനിറ്റ് ആണ്, 40 മിനിറ്റ് അല്ല. 180 നിന്നും 160 എത്തുന്ന ആദ്യത്തെ ഒരു 20 മിനിറ്റ്, ഞാൻ ഇവിടെ 40 മാറി എഴുതിയതാണ്, അതാണ് ഈസി ക്വസ്റ്റ്യൻ. ഇനി ഈ 160 നിന്നും 140 എത്തുന്ന അടുത്ത 20 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ റീസണിങ് പോലെയുള്ള കുറച്ചത് വായിച്ചു നോക്കണം വലിയ ക്വസ്റ്റ്യൻസ്, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ്, ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇനി നമുക്ക് എത്ര ഉണ്ട്, ഫസ്റ്റ് പേപ്പറിന് എത്ര ടൈം ഉണ്ട്, ഇവിടെ ഒരു 20 മിനിറ്റ് നമ്മൾ എടുത്തു. ഇവിടെ ഒരു ഒക്കെ ആവറേജ് നമ്മൾ ശരാശരി ടൈം എങ്ങനെ വെച്ചാൽ അതേപോലെ തന്നെ നോക്കണം എന്നല്ല, പക്ഷെ കിട്ടാത്ത ക്വസ്റ്റ്യൻ വേഗം സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാവണം. സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യുക, അതിങ്ങനെ വായിച്ച് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയതിന് കിട്ടൂല്ലെങ്കിൽ ഏതെങ്കിലും ഗസ് ചെയ്ത് അടിച്ചിട്ട് നമ്മൾ പോകും. ഇനിയുള്ള 20 മിനിറ്റ് 120 എത്തുന്നതിന് മുമ്പുള്ള 140 ശേഷമുള്ള 20 മിനിറ്റിലാണ് നിങ്ങൾ നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഇതിൽ കാണില്ലേ കൂടി ചെയ്തിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും റീഡിംഗ് കോമ്പിനേഷൻ. ആദ്യം റീഡിംഗ് കോമ്പിനേഷൻ 7-8 മിനിറ്റ് റീഡിംഗ് കോമ്പിനേഷൻ ചെയ്യാം, പരമാവധി അത് എടുക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് കുറെ സമയമുള്ള പോലെ തോന്നും, പക്ഷെ അവസാനത്തേക്ക് നമ്മുടെ പേപ്പറിലെ മെയിൻ പേപ്പറില്ലേ അവിടേക്ക് സമയം കിട്ടൂല. അതൊക്കെ എഴുതി പഠിച്ചു പോയാൽ നമുക്ക് പറയാനുള്ളത്, അല്ലാതെ ഒന്നും പ്രശ്നമില്ല. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 10 മുതൽ 12 വരെ മിനിറ്റ് നോക്കാം, അങ്ങനെ നമുക്ക് ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റും. ഇനി എന്തിനിത് ആദ്യം എന്താ ചെയ്താല്, ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന അത് ചെയ്തുകൂടെ എന്നൊക്കെ എനിക്ക് തോന്നും. കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ഈ റീഡിംഗ് കോമ്പിനേഷൻ വായിച്ച് കഥ വായിച്ച് എഴുതുമ്പോഴേക്ക് സമയം മനസ്സിലാകുക 1 മിനിറ്റ് 20 സെക്കൻഡിനുള്ളിൽ ഈ പരീക്ഷ തീരും. ഈ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് തീരണം. റീഡിംഗ് കോമ്പിനേഷൻ 1 മിനിറ്റോട് വായിച്ച് തീരില്ല ചിലത്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 1 മിനിറ്റ് 2 മിനിറ്റ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ടൈം ബാലൻസ് ചെയ്ത് ബാക്കിയുള്ള അതിന് മുമ്പ് നിർത്തിയിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അതിന്റെ പ്രോബ്ലത്തിലേക്ക് വരട്ടെ. ഈ പറഞ്ഞ ഇൻട്രോ ക്ലിയർ ആയോ? ഇനി ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലേക്ക് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്ട്രാറ്റജി പറയാം, ശ്രദ്ധിച്ചോട്ടോ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇതിന്റെ ബേസ് ഇപ്പൊ ഇനി വേറെ കുറെ ആളുകൾ വന്നു തോന്നുന്നു. ബേസ് ആദ്യം നോക്കും. ബേസ് കാൽക്ക് ഞാനൊരു ടാബിൾ ഒന്ന് എടുക്കാം, വൈറ്റ് സ്ക്രീൻ എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കണം. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് എടുത്തതാണ്. ഒരു 1-2 ബേസിക് കാൽക്കുലേഷനുകൾ നോക്കണം. ഞാനൊരു നമ്പർ പറയാം, 45,000. ഇത് മാത്സ് തീരെ അറിയാമെങ്കിൽ എന്താണ്, 10+2 കഴിഞ്ഞ ശേഷം മാത്സ് യൂസ് ചെയ്യാത്ത ആൾ കൂടി ജസ്റ്റ് പറയുന്നത്. 45,000 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ 10, ഇന്നലെ ഇവിടെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ ആരോടെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞെങ്കിൽ പറയണം, റിപ്പീറ്റഡ് ആണെന്ന്. 10% കാണാൻ എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്യുന്നത്, ഇതിന് എൻഡിന്ന് ഒരു 0 കട്ട് ചെയ്താൽ മതി. അപ്പൊ എത്ര വരും, 4,500. അപ്പൊ 45,000 10% പറഞ്ഞാൽ 4,500. എങ്ങനെ വരുന്നത് ചോദിച്ചാൽ ലോജിക്കലി ഒന്ന് ആലോചിച്ചാൽ മതി. 45,000 45,000 into 10 divided by 100 എന്താ വരിക, ഈ 0 വെട്ടി, ഈ 0 ഇവിടുന്ന് ഒരു 0 വെട്ടി, അപ്പൊ 4,500 അല്ലേ. അപ്പൊ ഏതൊരു സംഖ്യയുടെ 10% പറഞ്ഞാൽ അവസാനം ഒരു സംഖ്യ മാറ്റിയാൽ മതി. അത് 38,000 10% ആണെങ്കിലോ എന്താ 3,800. ഇത് ക്ലിയർ ആണല്ലോ? ഇതെന്തിനാ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതേ സംഖ്യയുടെ 1% കാണാൻ പറയുന്നത് എന്താ ചെയ്യാം, 1% ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, 1% വേണമെങ്കിൽ എന്ത് ചെയ്യാം, 38,000 ഇതിന് 1% എന്തായിരിക്കും, 1 divided by 100 ഇതല്ലേ ചെയ്യാം. നമ്മൾ ശരിക്കും ഈ 0 ഇവിടെ ഒരു 0 വെട്ടി, ഈ 0 വെട്ടി. 1% പറഞ്ഞാൽ എന്താണ്, 380. ഇനി ഞാൻ ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കും. 38,000 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട്. ഇതിന്റെ 10% കാണാൻ പറഞ്ഞാൽ ഒരു 0 കട്ട് ചെയ്താൽ മതി, അതായത് 3,800 ആയിരിക്കും. ഇതിന്റെ 1% കാണാൻ പറഞ്ഞാൽ ഇതിന്ന്
2 സീറോ കട്ട് ചെയ്യുമ്പോൾ അതായത് 380 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 54,000ന്റെ 10% എന്തായിരിക്കും? 5400. 1%ഓ 540. ഇത് എന്തിനാ ഞാൻ പറഞ്ഞുതരാം. ഇത് ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറയും. ക്ലിയർ ആയെങ്കിൽ ഒന്നുകൂടെ എക്സാമ്പിൾ പറയണോ? ഇത് മാത്സ് അറിയുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആണ്. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ കളിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ എന്ന് തോന്നുന്നു. ഇനി 58,785 ഇതിന്റെ 10% ചോദിച്ചാലോ? 10% വന്നാൽ നമ്മൾ അവസാനത്തെ ഒരു സ്ഥാനം മാറ്റില്ല ചെയ്തപ്പോൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഒരു പോയിന്റ്. അപ്പൊ എത്ര വരും? ഇതിന്റെ 10% പറഞ്ഞാൽ 5878.5. ഇതാണ് 10% എന്ന് പറഞ്ഞാൽ. ഇതിന്റെ 1% ആണെങ്കിലോ? ഒന്ന് നേരത്തെ ചെയ്ത് എന്ത് 38,000 1% കാണുന്നത് 2 സീറോ വെട്ടിക്കലായിരുന്നു. അപ്പൊ ഇതിന്റെ 2 സ്ഥാനം മാറ്റാം. അപ്പൊ എത്ര വരിക? 1% മീൻസ് 587.85. ഇതാണ് 1%. ഇതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി ചോദിക്കാം. ഞാൻ ഇതിന്റെ അടുത്ത ഏരിയ പറയാം. ഇനി എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ ഇതൊന്നും കൂടെ പറയണമെങ്കിൽ എത്ര തവണ ഞാൻ പറയാൻ റെഡി. നിങ്ങൾ ചോദിക്കണം. നിങ്ങളോട് ചോദിക്കുമെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യനിൽ ഒരാളുടെ സാലറി ഒരു നേരത്തെ പറഞ്ഞ 38,000 ആണ്, അല്ലെങ്കിൽ 45,000 ആണ്. ഇതിൽ ഇയാള് 12% മാസം ഡെയിലി ചെലവിന് വേണ്ടി അല്ല മന്ത്ലി ചെലവിന് വേണ്ടി ഉപയോഗിക്കും, വീട്ടു ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ ഈ 12% എന്താണ്? അപ്പൊ നമുക്ക് പരീക്ഷക്ക് കാൽക്കുലേഷന് ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോ 38,000 വലിയ കുഴപ്പമില്ല. 38,000 ഇൻറ്റു 12 ഗുണിച്ചിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് ആ ഗുണിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതിന് ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗസ് ചെയ്യാം. ഇങ്ങനൊരു ഓപ്ഷൻ ഇട്ടുതരാം. ഓപ്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യല. ഫുള്ള് ചെയ്യണ്ട. 38,000 ആണ് നമ്മുടെ ഫിഗർ. ഇതിന്റെ 12% നമുക്ക് കാണണം. ഓക്കെ, പരീക്ഷയ്ക്ക് വേഗം ചെയ്യാൻ പറ്റും. നിങ്ങളോട് അപ്രോക്സിമേറ്റ്ലി വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് സ്പെൻഡ് ബൈ ദ പേഴ്സൺ ഇൻ മെർക്കൻഡൈസ് എന്നൊക്കെ പറഞ്ഞു തരും. അതായത് 12% എത്രയാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടാവും. 2,400, അടുത്തത് 4,500. അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണ് ചോദിക്കുന്നത്? 8,200, 12,000. ചോദ്യം എന്താ? ഇത് ഗസ് അടിച്ചിട്ട് ആൻസർ പറഞ്ഞ് ഞാൻ നമ്പർ ഇട്ടാ 1, 2, 3, 4. ചെയ്യരുത് കേട്ടോ, ചെയ്യരുത്. കാൽക്കുലേറ്റ് ചെയ്യരുത്, കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്. ഇതിൽ ഏതാവാനാണ് സാധ്യത കൂടുതൽ? ഇതിന് ഉത്തരമാവാൻ അപ്രോക്സിമേറ്റ് ആദ്യം കാൽക്കുലേറ്റർ ജസ്റ്റ് ഒറ്റ വാക്കിൽ ആൻസർ പോസ്റ്റ് ചെയ്ത് ഏതായിരിക്കാം ഉത്തരം? നമ്മൾ ഒന്നും തൊടാതെ ഉത്തരം പറയാം. 38,000ന്റെ 12% എത്രയായിരിക്കും? വെറുതെ ആൻസർ കിട്ടുന്നില്ല. ഞാൻ നിങ്ങളെ ചാറ്റ് കാണുന്നില്ല. ഹലോ, ഞാനൊന്ന് ലെഫ്റ്റ് ആയിപ്പോയി അറിയാതെ. കാണുന്ന എന്റെ മെസ്സേജ് നിങ്ങൾ മെസ്സേജ് ചെയ്തോ? എന്തൊരു എറർ കാണിക്കുന്നു. 2. വേറെ ആരുമില്ലേ? വേറെ ആർക്കും ആൻസർ ഇല്ല. ഓക്കെ, ഡി 12,000. 2 ആൻസർ ഉള്ളൂ. ഇതിന് ചിലപ്പോൾ 4,500. ഓക്കെ, സി ഇവിടെ എന്താണ് ആൻസർ? ഈ 2 ആണ് ആൻസർ. എങ്ങനെ അതിൽ വരിക? നിങ്ങൾ നോക്കൂ. 38,000ന്റെ 10% എത്രയായിരിക്കും? 10% എത്രയായിരിക്കും? 3,800 ആയിരിക്കും അല്ലെ? 3,800ന് നമുക്ക് 3,800 ആണ് ഇവിടുത്തെ. പിന്നെ 3,800 10% ആണ്. മനസ്സിലായില്ലേ? 3,800 10% ആണ്. മനസ്സിലായില്ലേ? എന്താ ഇവിടെ മാർക്ക് ചെയ്തത് കാണുന്നുണ്ടല്ലോ അല്ലെ? 3,800 10% ആണ്. അപ്പൊ നമ്മൾ 12% അല്ലേ കാണേണ്ടത്? അപ്പൊ 3,800ന് മുകളിലായിരിക്കണം. ലോജിക്ക് മനസ്സിലായോ? ഓപ്ഷൻ എ 3,800 ഒരുപാട് താഴല്ലേ? അപ്പൊ ഇത് ഉത്തരല്ല.
3800 ജസ്റ്റ് മുകളിൽ അല്ലെ 3800. അപ്പൊ 4500 ആവാൻ സാധ്യത ഉണ്ട്. 8200 ഒരുപാട് മുകളിലല്ലേ അല്ലെ? 3800 10%. 3800 ഇരട്ടി എത്ര? 3800 ഇരട്ടി എത്ര? 3 3 6 6 പിന്നെ അപ്പൊ 7200. 7200 എന്ന് പറഞ്ഞാൽ 3800 ഇരട്ടിയാണ്. 3800 10% ആണെങ്കിൽ 7200 20% ആയിരിക്കും. 12% അല്ലേ? അപ്പൊ 8200 വരുമോ? ലോജിക്ക് മനസ്സിലാവുണ്ടാവും? ഇല്ല. 8200 താഴെ ആവണം, 3800 മുകളിലാവണം. നാലാമത്തെ ഓപ്ഷൻ എന്താ? 12,000. അപ്പൊ ഇതല്ലേ ഉത്തരം വരിക. എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞേ. ഒരു എക്സാമ്പിൾ പറഞ്ഞ നേരെ ക്വസ്റ്റിലേക്ക് പോകണം. ബേസ് പറഞ്ഞ അതിലേക്ക് പോയാലേ ഇങ്ങനെ ലോജിക്ക് അപ്ലൈ നമുക്ക് കുറെ കണക്ക് ചെയ്യാതെ ഉത്തരം കിട്ടും. ചെയ്യാൻ ഉത്തരം കിട്ടും നമുക്ക്. അതിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പുസ്തകം നിങ്ങളൊരു ബുക്ക് എടുത്ത് തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണക്ക് കൂട്ടിയില്ല. ഞാൻ ഇതിൽ കണക്ക് ചെയ്യാതെ ഇങ്ങനെ ഉത്തരം ചെയ്യാതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇൻട്രോ അങ്ങനെ പറയുന്നത്. കണക്ക് ചെയ്യാതെ ചെയ്യാൻ പറ്റും ചിലതൊക്കെ കേട്ടോ, എല്ലാം പറ്റില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ? നേരിട്ട് ക്വസ്റ്റിലേക്ക് പോയി കുറെ ആളുകൾ ക്വസ്റ്റ്യൻ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടും വരിക. അതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇത് നമ്മൾ വേഗം ഒന്ന് പറഞ്ഞു പോകണം. പരീക്ഷ അടുത്തോടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വേഗം ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങളോട് ചെയ്യിക്കുന്നില്ല. എന്നാലും ഞാൻ കൂടുതൽ ഞാൻ തന്നെ ചെയ്യണമെന്ന്. കാരണം നിങ്ങൾ ഓൺലൈനായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നും കിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഒന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. വേറെ ഒന്ന് ഇങ്ങനെ ഗ്രാഫുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. റെയർ ആണ് ഇത് രണ്ടും. വേറെ ഒന്ന് പൈച്ചാർട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പൈച്ചാർട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഇതും വളരെ അപൂർവമായിട്ട് ചോദിക്കും. കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ടേബിൾ ടൈപ്പ് ആണ്. നമ്മൾ ഇന്ന് ടേബിൾ ടൈപ്പ് ആണ് ചെയ്യാം. ഇവിടെ ഇതൊന്ന് ജസ്റ്റ് ഇതിന്റെ അപ്രോച്ച് എന്ന് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ. പിന്നെ കുറെ കുട്ടികളുടെ പ്രശ്നം എന്താ അറിയോ? ഇത് എന്താണ് ചോദ്യം ചോദിച്ചത്, ഏതിനെ ഏത് കൊണ്ട് കൂട്ടാണ് ഡിവൈഡ് ചെയ്യാന്ന് അറിയാത്തതുകൊണ്ട് ആൾക്കാരെ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ ഓവർ ദ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് വർഷങ്ങൾ തന്നിട്ടുണ്ട്. 1993 ഫുഡ് ഗ്രെയിൻസ് 8010 ആണ്. 1010 110,000 ടൺ. 100 എന്ന് പറയുമ്പോൾ എന്താണ്? അത്രയും ഇൻറ്റു 1010 ആണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ 5 ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞെങ്ങനെ വേഗം പോവാം. ആൻസറും കൂടെ കാണിച്ചിട്ട് പോവാം. നമ്മൾ മെയിൻ ചെയ്യേണ്ട ക്വസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇൻ ദ കേസ് ഓഫ് ഹൗ മെനി ഇയേഴ്സ് വാസ് ദ പ്രൊഡക്ഷൻ ബിലോ ദ ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് ദ ഗിവൺ ഇയേഴ്സ്? ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഹൗ മെനി ഇയേഴ്സ് വാസ് ദ പ്രൊഡക്ഷൻ ബിലോ ദ ആവറേജ് പ്രൊഡക്ഷൻ. ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷമാണ് പ്രൊഡക്ഷൻ ബിലോ ആവറേജ്. അപ്പൊ ആവറേജ് കാണും. ആവറേജ് പ്രൊഡക്ഷൻ കാണാൻ എന്താ ചെയ്യുക? ആവറേജിന്റെ ഇക്വേഷൻ എന്താ? നമ്മൾ ഇവിടെ 16-17 ആളുകൾ നമ്മളുണ്ട്. നമ്മളുടെ ആവറേജ് സാലറി കാണാൻ എന്ത് ചെയ്യണം? ഓരോ ആളുകളുടെ സാലറിയും കൂട്ടണം അല്ലെ? അതിന്റെ സം എടുക്കണം. ടോട്ടൽ സം അല്ലെങ്കിൽ ടോട്ടൽ. അതിന് നമ്മൾ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഏതെന്തിന്റെയും ആവറേജ് കാണും. നമ്മുടെ എല്ലാവരുടെയും ആവറേജ് ഏജ് എത്രയെന്ന് കാണാൻ ചെയ്താൽ മതി. ടോട്ടൽ ഏജ് ബൈ നമ്പർ ഓഫ് യു ആൻഡ് മീ, നമ്മളുടെ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൽ പറയുന്നത് എന്താ? ഈ ചോദ്യത്തിൽ പറയുന്നത് നമുക്കിവിടെ ആവറേജ് കാണണം. ആദ്യം ആവറേജ് കണ്ടിട്ട് ഇപ്പൊ ആവറേജ് ഒരു 80 ആണ് സങ്കല്പിക്കുക. 80 ആണെങ്കിൽ 80-ന് താഴെ എത്ര ആളുണ്ട്? 80 ഇവിടെ ഉണ്ട്. ഇത് 110 ഇവിടെ 80 ഒന്നുള്ളൂ. അപ്പൊ 1 എന്നുള്ള ഉത്തരമാണല്ലോ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ആവറേജ് എത്ര കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോർമുല പറഞ്ഞു. ആവറേജ് ഇസ് ഈക്വൽ ടു സം ടോട്ടൽ അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. പിന്നെ ടോട്ടൽ എന്താ ചെയ്യുക? 80 പ്ലസ് 110 പ്ലസ് ഇതിങ്ങനെ എല്ലാം എന്ത് ചെയ്യുന്നു? കൂട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ഇതിനെ എണ്ണം കൊണ്ട് 1 2 3 4 5 6 അല്ലേ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ ആൻസർ കാണിക്കാം. ഇതെല്ലാം കൂട്ടുമ്പോൾ 605/6 എന്ന് കിട്ടും. അതായത് 100.8 എന്ന് കിട്ടും. 8 കഴിഞ്ഞുള്ളത് നമ്മൾ കാണണമെന്നല്ലേ? 100.8. ഇതാണ് ഓപ്ഷൻ കിട്ടാൻ. അതല്ലല്ലോ നമ്മൾ ഓപ്ഷനിലുള്ളത്. ഇത് ആവറേജ് ആണ്. ഇത് ചോദ്യം എന്താ? ബിലോ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ബിലോ ആവറേജ്.
ആവറേജിന് ബിലോ എത്ര വർഷമുണ്ട്? 1993 ബിലോ ആവറേജ് അല്ലേ? ഇത് ബിലോ ആവറേജ് അല്ല. 100 എന്ന് പറയുന്നത് ബിലോ ആവറേജ് ആണോ അല്ല? നിങ്ങളൊന്ന് പറഞ്ഞു. 100 നമ്മുടെ ആവറേജ് 100.8 എന്നാണ്. അതായത് ഇതും ബിലോ ആവറേജ് ആണ്. 96 ബിലോ ആവറേജ് അല്ല, ഇത് ബിലോ ആവറേജ് ആണ്. ഇതും ബിലോ ആവറേജ് അല്ല. So we have 3 years below average. So option C is the answer. Clear? ഏതെങ്കിലും ഞാൻ ഇവിടെ നിന്ന് സ്പീഡ് ആക്കുന്നത് അടുത്ത ഒരു രീതിക്ക് പോകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയണമെങ്കിൽ പറയാം. ഇല്ല, ഓക്കെ, ക്ലിയർ, ഓക്കെ. താങ്ക് യു. നിങ്ങൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ തന്നെ മതി. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? What was the percentage drop in production from 96 to 7? 96 to 7 പെർസെന്റേജ് ഡ്രോപ്പ് എന്ന് ചോദിക്കുന്നത്. എന്താ പെർസെന്റേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാല്, ഒരു വർഷത്തിൽ ഇപ്പോ ഒരാളുടെ സാലറി 50,000 ആയിരുന്നു. ഇയാളുടെ സാലറി ഫസ്റ്റ് ഇയർ, രണ്ടാമത്തെ വർഷം ഇത് 60,000 ആയി. അതിന്റെ അർത്ഥം എന്താ? 10,000 രൂപ കൂടി. നിങ്ങൾ ചോദിക്കണം വാട്ട് ഇസ് എ പെർസെന്റേജ്? ഇതൊരു ഡ്രോപ്പ് അല്ല, കൂടിയാണ്. പെർസെന്റേജ് ഇൻക്രീസ് ഇൻ സാലറി. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരാളുടെ സാലറി എത്ര ശതമാനം കൂടി എന്ന് ചോദിച്ചാണെങ്കിൽ എത്രയാണ് ഡിഫറൻസ്? 10,000 അല്ലേ? അതിനെ ആദ്യത്തെ വർഷമല്ലേ, ആദ്യത്തെ സാലറി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് കിട്ടുക. എന്നിട്ട് പെർസെന്റേജ് ആകുമ്പോൾ എല്ലാത്തിനും അതിനെ 100 കൊടുത്താൽ ഉത്തരം കിട്ടും. മനസ്സിലായോ? ഇതാണ് ചെയ്യേണ്ടത്, 20%. അതായത് ഇനി ഇതേ ക്വസ്റ്റ്യന് ഒരാളുടെ സാലറി 50,000 ആയിരുന്നു. അത് സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ 40,000 ആയി. 40,000 സ്ക്രീനിൽ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. 40,000 ആയി. 40,000 ആയി. 50,000 ഉള്ള 40,000 എന്താ? 10,000 രൂപ സാലറി കുറഞ്ഞു. അപ്പൊ പെർസെന്റേജ് ഡ്രോപ്പ് ഇൻ സാലറി എന്ത് ചെയ്യാ? 10,000. 10,000 ഡിവൈഡ് ബൈ ആദ്യത്തെ സാലറി ഇതാ 50,000 അല്ലേ? അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് ബേസ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇൻറ്റു 100. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് അവിടെ ഉത്തരമായിട്ട് വരും. ഇപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് ചോദിച്ചാലും ഡിക്രീസ് ചോദിച്ചാലും ചെയ്യേണ്ട എന്താണ്? ഏത് വർഷമാണ് അതിൽ നിന്നുള്ള ആ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അതിന്റെ ബേസ് ആദ്യത്തെ വർഷം ഏതിൽ നിന്നാണ് പോയത് അതും ഡിവൈഡ് ചെയ്തിട്ട് 100 ആക്കുമ്പോൾ നമുക്ക് അതിന്റെ പെർസെന്റേജിൽ ഉത്തരം കിട്ടും. പെർസെന്റേജ് ഡ്രോപ്പ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് കിട്ടും. അങ്ങനെ ഇതൊന്ന് ചെയ്തേ. ഞാൻ സമയമില്ലാതെ നിങ്ങളെ കൂടെ തന്നെ ഞാനും ചെയ്യാണ്. ചോദ്യം എന്താ? 96 ഇവിടെ നമുക്ക് കാര്യം ടെൻഷൻ ഒന്നുമില്ല. 96 130 ആണ്. 97 ആയപ്പോൾ 65 ആയി. എന്താ ഉത്തരം ആർക്കെങ്കിലും കിട്ടിയോ? 130 മൈനസ് 65 ഡിവൈഡ് ബൈ എത്ര? ഏതാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 130 ആണോ 65 ആണോ? 130 അല്ലേ ആദ്യത്തെ വർഷം. ഏതിൽ നിന്നാണ് കുറഞ്ഞത്? 130 ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 130 65 കുറച്ചാൽ 65 ബൈ 130 ഇൻറ്റു 100. അപ്പൊ ഇങ്ങനെ ഗുണിച്ചായിരിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ഇവിടെ അതിന്റെ ആവശ്യമില്ല. വേറെ ലോജിക്കും കാര്യങ്ങളും വന്നോ? വേറെ എന്താ ലോജിക്ക്? ഇവിടെ അങ്ങനെ കിട്ടുന്ന ഉത്തരം കേട്ടോ. ഇവിടെ വേറെ ലോജിക്ക് എന്ന് വെച്ചാൽ 130ന്റെ പകുതി അല്ലേ ഈ 65 എന്ന് പറഞ്ഞാൽ അല്ലേ? ഇവിടെ നോക്കൂ, ടേബിള് നോക്കൂ. 130ന്റെ പകുതി അല്ലേ 65? അതായത് 130 നേർ പകുതിയായി പറഞ്ഞാൽ എത്ര ശതമാനം കുറഞ്ഞു? 10 ശതമാനം കുറഞ്ഞു. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു മാത്തമാറ്റിക്സിൽ 100 മാർക്ക് ഉണ്ടായിരുന്നു. 100ൽ 100 മാർക്ക് ഉണ്ടായിരുന്നു, 100 ഔട്ട് ഓഫ് 100. ഈ വർഷം അതെന്ത് ചെയ്തു? 100ൽ 50 ആയി. എന്ന് പറഞ്ഞാൽ 100 50 ആയി. അതിനർത്ഥം എന്താ? നേർ പകുതി ആയതല്ലേ? പകുതി എത്ര കുറവ്? എത്ര ശതമാനം കുറവുന്നത്? 50%. 130 നേർ പകുതിയായപ്പോ 50. അപ്പൊ അവിടെ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലോജിക്ക് അപ്ലൈ ചെയ്താലും മതി. എന്ത് തോന്നുന്നു? നിങ്ങൾ ഡൗട്ട് ചോദിക്കീനി. ലൈക്കിന്റെ പകരം ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പറയാണ്ടോ? വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാനാണെങ്കിൽ ലൈക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഞാൻ ഇനി പറഞ്ഞ ഒന്നും കൂടെ പറയാം. പെർസെന്റേജ് ഇൻക്രീസ്
എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. പെർസെന്റേജ് ഇൻക്രീസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് 500 രൂപ ഉള്ളത് 650 രൂപയായി. 500 രൂപ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ വില. അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് എത്രയാണ്? എത്ര ഡിഗ്രി ഇൻക്രീസ്? എത്ര? 150 അല്ലേ? കൂടിയത് 150. ഏതിൽ നിന്നാണ് കൂടിയത്? ആദ്യത്തെ വർഷം 500. അപ്പൊ 150/500 ഇൻറ്റു 100. ഈ 0 ഈ 0 കിട്ടും. ഇനി 5 150 എത്ര വർഷം പോകും? 3 30%. അതാണ് ഉദ്ദേശിച്ചത്. ആരൊരാൾ ചോദിച്ചത് മറുപടിയാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ 50% ഞാൻ ഉത്തരം ഇട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്കാം. ഈ ടൈപ്പ് in which year was the production of your production 50% of the total production in 93-98 together? Question മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഏത് വർഷമാണ് പ്രൊഡക്ഷൻ 50% ഉള്ളത്? പ്രൊഡക്ഷൻ 50% ഏത് വർഷമാണ്? ഓഫ് ദ ടോട്ടൽ, ഏതിന്റെ ടോട്ടൽ? 93ലെയും 98. സ്പീഡ് വായിച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും ക്വസ്റ്റ്യൻ. 93ലെയും 98ലെയും പ്രൊഡക്ഷന്റെ ടോട്ടലിന്റെ 50%. എത്ര പ്രൊഡക്ഷൻ ടോട്ടൽ? 50 എത്രയാ? 80 + 120, that means 200. 200 50% പറഞ്ഞ എത്രയാ? 100. അത് ഏത് വർഷത്തിലാ? ഏത് വർഷത്തിലാണ് നോക്കാം? 1995-ലല്ലേ? 95-ലല്ലേ? സോ 1995. സിമ്പിൾ, കാൽക്കുലേഷൻ ഒന്നും ഇല്ല. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് വോയിസിൽ ചെയ്യണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ. ഈ ചോദ്യമാണ് കുട്ടികൾക്ക് പൊതുവെ കൺഫ്യൂഷൻ ആയിരുന്നത്. If the production in 99 will be above the average production of the given years. The question മനസ്സിലായോ? ഇതേ ചോദ്യം കഴിഞ്ഞ മുമ്പൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വന്നു. If the production in 99 ഇവിടെ ഉണ്ടാ? ഇല്ല, 98 വരെ ഉള്ളൂ. 99 ഉണ്ടെങ്കിൽ അപ്പൊ ഇല്ല. അപ്പൊ ആ പ്രൊഡക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എബവ് ദ ആവറേജ് പ്രൊഡക്ഷൻ. നമ്മൾ ആവറേജ് പ്രൊഡക്ഷൻ എത്രയാ? നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു 100.8. ഇതാണ് ആവറേജ് പ്രൊഡക്ഷൻ. ആവറേജ് പ്രൊഡക്ഷൻ ഗിവൺ ഇയേഴ്സ് എബവ് ആണ്. അതായത് ഇതിന് 100.8 മുകളിലാണ് എന്ത്? 1999-ലെ പ്രൊഡക്ഷൻ. അങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ദ മിനിമം പ്രൊഡക്ഷൻ ഫോർ 99? അപ്പൊ ഓപ്ഷൻ വേണം. ഇതെന്താ സംഭവം? 1999-ല് എബവ് ഈ 100.8 മുകളിലുള്ള എന്നാൽ ഏറ്റവും ചെറുത് ഏതായിരിക്കുന്ന ചോദ്യം. ഈ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ തൊട്ട് മുമ്പ് ക്വസ്റ്റ്യനിൽ എങ്ങനെ വന്നിരുന്നത്? 100, 120, 150 പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 105 പിന്നെ 3 0. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ഈ 3 0 ഒഴിവാക്കുന്ന രീതിയിൽ മനസ്സിലാക്കി. 100 0 പറഞ്ഞത് ഇൻറ്റു 100 ടണ്ണിൽ പറഞ്ഞതാണ്. ഇത് 105 എന്നാണ് അർത്ഥം. 105. ബി ആണെങ്കിലോ 120 എന്നാണ് ഉദ്ദേശിക്കുന്നത്. സി ആണെങ്കിലോ 100.9 അല്ലെ? ഡി മീൻസ് 130. ഇതിൽ ഏത് ഉത്തരം വരെ? ഒന്ന് ഗസ് ചെയ്തേ. ആൻസർ പോസ്റ്റ് ചെയ്തോ? ഒരു 1-2 ആൾക്കാർ വൈക്കൊന്ന് ഓണാക്കി. 1-2 ആളുകൾ ഇതിൽ ഏത് അവർ ആൻസർ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ടൈപ്പ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ എന്താണ്? ആവറേജ് പ്രൊഡക്ഷന് മുകളിലാണ്. പക്ഷെ എങ്കിൽ ഈ ഓപ്ഷൻ ഏറ്റവും ചെറുതായത് ഏതായിരിക്കും? നമുക്ക് 130 വരില്ല. 130 വലിയ സംഖ്യയാണ്. പിന്നെ 120 അതിന്റെ അടുത്തുള്ള സംഖ്യയാണ്. അതും വലുതാണ്. ഈ 105 ഉണ്ട്, 100.9 ഉണ്ട്. ചില ആളുകൾ എന്താ പറയുക, 100.9 എന്ന് കാണുമ്പോ വരുന്നത് ഇത് 109 മൈൻഡിലേക്ക് പോകും. നമ്മുടെ ഒരു പ്രശ്നം 105 105 109. 100.9 ആണോ? 100.9 ആണ് ഉത്തരം. 105 100-ന് മുകളിൽ കുറെ മുകളിലല്ലേ? 100.8-ന് ജസ്റ്റ് മേലെ അല്ലേ 100.9 പറഞ്ഞാൽ? ക്ലിയർ ആണോ? ഇതാണ് ഉത്തരം. ഓപ്ഷൻ സി. വീണ്ടും പറയണോ? കാണിക്കാൻ പറഞ്ഞെങ്കിൽ പറഞ്ഞു.
Yeah. Okay. What was the approximate percentage increase in production from 1993 to 94? നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തേക്ക്. ഇങ്ങനെ 1 മിനിറ്റ് സമയം തരാം. 1 മിനിറ്റിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഉണ്ടല്ലോ പറയും. അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യണ്ട. പെർസെന്റേജ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. വാല്യൂ ഒക്കെ കിട്ടിയോ? 93 എത്രയാണ്? 80. 94. നിങ്ങൾ ചെയ്തിട്ട് ഒരു രൂപം കിട്ടുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത്? 80 110 പെർസെന്റേജ് ഇൻക്രീസ് എന്താ ചോദിച്ചത്? എത്ര ഇൻക്രീസ് ചെയ്ത്? 30. 30 കണ്ട നേരെ അവിടെ 30 ഉത്തരം ഉണ്ട്. അത് പോയി എഴുതരുത്. എത്ര പെർസെന്റേജ് ഇൻക്രീസ്? 30% അല്ല ഇത്, 30 ടണ്ണാണ് പറയുന്നത്. വരേണ്ടത് 37 30 ഇൻക്രീസ്. ഏതിൽ നിന്ന്? 80 നിന്ന്. 30/80 ഇൻറ്റു 100. പിന്നെ ഈ 0 വേണമെങ്കിൽ വെട്ടാം. എത്ര? 30/8 ഇൻറ്റു 10 എന്നാവും. അപ്പൊ 300 എന്നാവില്ലേ? 300/8. 300/8 വരുമ്പോ എത്ര വരും? അതിന് ആൻസർ കിട്ടിയോ? ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ അത്? ഗസ് 30 8 എത്ര പ്രാവശ്യം ഉണ്ടാവുക? 30 ഒരു 8 പണ്ട് പഠിച്ചില്ലേ? 2 8 10. 3 24 എന്ന് പറയുമ്പോ 3. പിന്നെ ബാക്കിയിൽ എത്ര ഉണ്ട്? 6 ഉണ്ട്. 60 എത്ര പ്രാവശ്യം ഉണ്ടാവും? 30 8 3 പ്രാവശ്യം അല്ലെങ്കിൽ 60 3 ഒരു 4 പ്രാവശ്യം ഉണ്ടാവില്ല. 4 അല്ല 5 പ്രാവശ്യം ഉണ്ടാവില്ലേ? 4 5 ഒരു 5 ഏകദേശം എടുത്തോ. 35 എന്നുള്ള ഇതല്ലേ? പിന്നെ 35% ഏറെക്കുറെ. 35 അല്ലട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു. 35% ഏറെക്കുറെ വീഴാൻ പറഞ്ഞ 30ന്റെ അടുത്തുള്ള ഓപ്ഷൻ വരുന്നത് ഏതാ? 35 പറയുമ്പോ 110 അല്ല, സി അല്ല, 60ന്റെ അടുത്ത് വരില്ല. 40 30 ഇതിൽ ഏതാ എടുക്കണ്ടേ? കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒന്ന് കിട്ടും. 30 40 എടുക്കേണ്ടത്. 35 36 കിട്ടും. അല്ലെങ്കിൽ ഹരിക്കണം എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യും. അങ്ങനെ കിട്ടുമ്പോ 24 6 60 8 64. അപ്പൊ 7 8 37 35 വരിക. 37% അടുത്തൊക്കെയാണ് വരിക. പോയിന്റ് സത്യം വരും. 37.34 വരും. 37% അപ്രോക്സിമേറ്റ്ലി അതിനടുത്തുള്ള വാല്യൂ ഏതാ? 60%ആണോ 40%ആണോ 30%ആണോ? 40% അല്ലേ വരിക? അത് തന്നെയാണ് ഉത്തരം കേട്ടോ. രീതിയിൽ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ. ദിസ് ഈസ് ആൻസർ. നിങ്ങൾ ആൻസർ ഒക്കെ നോട്ട് ചെയ്തിട്ട് എന്താ വെച്ചാല് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൽ ഡാറ്റയിൽ ചെയ്ത കുറെ പുതിയ ക്വസ്റ്റ്യന് പകരം ആദ്യം 2-3 ചെയ്തിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകുക. ഇത് ചെയ്യുന്നവർക്കും നമ്മൾ പ്രാക്ടീസ് കൂടുകയാണ് ചെയ്യുക. കിട്ടിയോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയോ? ഈ പെർസെന്റേജ് ഇൻക്രീസ്. ഇനി ഒരു ടാബിളിന്റെ ക്വസ്റ്റ്യൻ പോട്ടെ. എന്താണ് ഇപ്പൊ ഇതുവരെ നിങ്ങൾ കേട്ടല്ലോ? ഇപ്പൊ 40 മിനിറ്റോളം നമ്മൾ സംസാരിച്ചു ഏകദേശം. വട്ട് യു ഫീൽ? ഒന്ന് മൈക്കിൽ പറയുന്നത്. ഞാൻ എന്ത് സ്പീഡ് എന്തെങ്കിലും ഏതെങ്കിലും ഏരിയ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു നിങ്ങൾ എന്ത് ചോദിച്ചോ? ഫസ്റ്റ് പേപ്പർ എല്ലാം ഏറെക്കുറെ നമ്മൾ നിങ്ങൾക്ക് പറ്റുന്നത്ര പറയാന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഒന്നും പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഇതിൽ ക്ലാരിറ്റി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. പുതിയ പ്രോബ്ലത്തിലേക്ക് പോകണം. കൂട്ടത്തിൽ പറഞ്ഞു. സാറ് ഇപ്പൊ ഇതുവരെ എടുത്തത് ക്ലിയർ ആണ്. പിന്നെ ഇതില് നമ്മള് അധിക ആൻസേഴ്സ് നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. നെറ്റിലെ നമ്മളൊരു എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ, അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മള്
ഇല്ല, അപ്രോക്സിമേറ്റ് വെച്ച് ചെയ്യൽ എങ്ങനെ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് അപ്രോക്സിമേറ്റ് വെച്ച് തന്നെ ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ചെയ്യാൻ പോകരുത്, സമയം ഉണ്ടാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാൽക്കുലേഷൻ ഒന്ന് സ്പീഡ് കൂട്ടണം. ഞാനത് ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. പൊതുവെ നമുക്ക് ടഫ് എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഞാനത് അതെടുക്കാം. യെസ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ വേണമെങ്കിൽ. ഞാൻ ഇതിന് കുത്തി വരക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ തോന്നുന്നത് ഒന്ന് നോക്കൂ. പൊതുവെ ഞാൻ ക്ലാസ്സിലൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കുട്ടികളൊക്കെ സാറ് ഇത് വേണ്ട നിർത്തി എന്താ പറയല്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇത്രയും സിമ്പിൾ ആണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ആദ്യം എടുക്കുന്നത്. ടേബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ നമ്പറുകൾ നോക്കണ്ട, നമുക്ക് വേണ്ട ഫിഗറുകൾ മാത്രം എടുക്കാൻ മതി. ക്വസ്റ്റ്യൻ ഫുള്ള് കാണില്ലേ എന്റെ സ്ക്രീനിൽ കണ്ട്? അതായത് ഇയർ നിങ്ങൾ സ്ക്രീൻ ഒന്ന് എന്താണ് ലാൻഡ്സ്കേപ്പിൽ ഒന്ന് പിടിച്ചാൽ ക്ലിയർ ആവും തോന്നുന്നുണ്ട്. 92 മുതലുള്ള ഇയർ ഉണ്ട്. ആർട്സ് സബ്ജക്റ്റിൽ അപ്പിയർ ചെയ്ത കുട്ടികൾ, ക്വാളിഫൈ ചെയ്ത കുട്ടികൾ. സയൻസ് അപ്പിയർഡ്, ക്വാളിഫൈഡ്. കൊമേഴ്സ്, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ്, ടോട്ടൽ. ഇത്രയുള്ള ഡാറ്റ. ഇനി അത് വായിച്ചു കുറേ സമയം കാണും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ 5 ക്വസ്റ്റ്യൻ. ഇതാണ് 5 ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വീതം നോക്കാം. ക്വസ്റ്റ്യൻ കണ്ടോ, വളരെ സിമ്പിൾ. നമ്മൾ ഇനി എന്റെ മുന്നിൽ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, നമ്മൾ കുറച്ച് പെന്ന് ഉപയോഗിക്കുള്ള രീതിയിൽ ഇരിക്കുക. പരമാവധി പെന്ന് കുറക്കാൻ ശ്രമിക്കുക. നമ്മളെ ധാരണ നിങ്ങൾ ഇപ്പൊ ഇതിന്റെയൊക്കെ ഈ ഒരു പ്രോബ്ലം ഞാൻ എടുത്ത ക്വസ്റ്റ്യനില് അതിലൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിലെ സൊല്യൂഷൻ പറഞ്ഞാൽ 3-4 പേജ് തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. കുറെ കാൽക്കുലേഷൻ നടത്തി. അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അങ്ങനെ കിട്ടിയ ഭയങ്കര സുഖല്ലേ. ഇതിൽ നോക്കിയാ ക്വസ്റ്റ്യൻ മനസ്സിലാവാനാണ് വലിയ പണി. കുറെ ആൾക്കാർ ക്വസ്റ്റ്യൻ മനസ്സിലാകാതെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതെന്താണ്, ഫോളോയിങ് വിത്തിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസിപ്ലിൻ was there a continuous increase in number of candidates appeared over the given years. Appeared, കണ്ടിന്യൂസ് ഇൻക്രീസ് ഏത് സബ്ജക്റ്റിലാണ് ഉള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ നോക്കണം. അഗ്രികൾച്ചർ ചെക്ക് ചെയ്യണം, ആർട്സ് ചെക്ക് ചെയ്യണം, സയൻസ് ചെക്ക് ചെയ്യണം, വേറെ ഒന്നും ചെക്ക് ചെയ്യണ്ട, നന്നാണ്. പിന്നെ അതായത് കൊമേഴ്സ് ചെക്ക് ചെയ്യണ്ട, എഞ്ചിനീയറിംഗ് ചെക്ക് ചെയ്യണ്ട, ടോട്ടൽ കോളം ചെക്ക് ചെയ്യണ്ട. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യുന്ന ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യണേ. ഒന്നാമത് നമ്മള് നമ്മുടെ ആർട്സ് ചെക്ക് ചെയ്യണം. അപ്പിയേർഡ് എന്നുള്ള കോളം ഉണ്ടല്ലോ, ഇതിൽ കണ്ടിന്യൂസ് ഇൻക്രീസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 880 850 നിന്നും ഇത് 1214 ആയി, ഇൻക്രീസ് ആണ്. നമ്മുടെ ചോദ്യം എന്താണ്, കണ്ടിന്യൂസ് ഇൻക്രീസ് ഉണ്ടാവും. 1214 നിന്നും ഇത് 975 ആയി. ഇൻക്രീസ് അല്ലല്ലോ, ഡിഗ്രീസ് അല്ലേ. കഴിഞ്ഞു. ഇനി ആർട്സ് ഉത്തരം വരില്ല, ബി കട്ട് ചെയ്തു. 2. ഇനി നമുക്ക് സയൻസ് നോക്കാണ്ടല്ലേ. സയൻസ് നോക്കൂ, 1600 ആണ് 114. അത് നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്തു, 1826 ഇൻക്രീസ് ആണ്. അടുത്ത വർഷം തേർഡ് ഇയറിലോ കൂടി ഇൻക്രീസ് ആണ്. നോക്കൂ, ഞാൻ മാർക്ക് ചെയ്ത് നോക്കൂ, 1970 ആണ്. തൊട്ടടുത്ത വർഷം ഡിഗ്രീസ് ആണ്, പിന്നെ ഇൻക്രീസ് ആണ്, പിന്നെ ഒരു വർഷം അതിനിടയിൽ ഡിഗ്രീസ്. അതിൽ കണ്ടിന്യൂസ് ഇൻക്രീസ് ഉണ്ടോ, ഇല്ല. ദാറ്റ് മീൻസ് സയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉത്തരം വരില്ല. ഇനി നമുക്ക് നേരെ അഗ്രികൾച്ചർ ഉണ്ട്. അഗ്രികൾച്ചർ നോക്കൂ, അപ്പിയേർഡ് കോളം നോക്കിയോ, 614. അടുത്ത വർഷം ഇതിൽ നിന്നും ഇതിലേക്ക് ഇൻക്രീസ് ഉണ്ടോ, ഇല്ല, കുറഞ്ഞുണ്ട്, പിന്നെ കൂടിയുണ്ട്, പിന്നെ കുറഞ്ഞുണ്ട്, കൂടിയുണ്ട്, കുറഞ്ഞുണ്ട്, ഇങ്ങനെ പോണത്. അതായത് അഗ്രികൾച്ചറിലും ദർ ഇസ് നോ ഇൻക്രീസ്. ദാറ്റ് മീൻസ് ഉത്തരം എന്താ, നമ്മൾ ഉത്തരം എന്താ, നൺ ഈസ് ദ ആൻസർ. ഒരു വർഷം എന്തില്ല, കണ്ടിന്യൂസ് ഇൻക്രീസ് തന്നതിൽ ഏതിലും ഇല്ല. നിങ്ങൾ ഇവിടെ നിന്ന് കണക്കൂട്ട് ചെയ്യണം. കാൽക്കുലേഷൻ ചെയ്തോ, ഇല്ല. പരീക്ഷ നമ്മൾ മുന്നിൽ കാൽക്കുലേറ്റർ ഉണ്ടാവില്ല. 1 മിനിറ്റിനുള്ളിൽ കാണാനുള്ള ചോദ്യമാണ് ചോദിക്കുക എന്ന് വെച്ച് എല്ലാം സിമ്പിൾ ആയിരിക്കില്ല. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരുമ്പോഴേക്ക് 3 മിനിറ്റ് എടുക്കും. ഇത് നമ്മളൊരു പോക്കാണ് പോണിച്ച് അങ്ങനെ പോകുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. എന്നാലേ ഇടയ്ക്ക് നിങ്ങൾ ഇടപെട്ടോ, മനസ്സിലായില്ലെങ്കിൽ സാർ പറയുന്നത് പറയണോ ഇഷ്യൂ. നിങ്ങൾ പറയില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പോവാണ്. ഓൺലൈനിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് പോകണ്ട എന്നുള്ളതുകൊണ്ട്. ഓക്കെ, വാട്ട് വാസ് ദ പെർസെന്റേജ് ഡ്രോപ്പ്? നിങ്ങൾ മാച്ച് ചെയ്തു. ഡ്രോപ്പ് ഇൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ഇൻ സയൻസ് ഡിസിപ്ലിൻ ഫ്രം 94 to 95. അതിനകത്ത് ഇത്രയും ഫുൾ ഡാറ്റ നമ്മൾ എടുക്കണ്ട. സയൻസിലെ, ഇപ്പൊ സയൻസ് നോട്ട് ചെയ്തു, സയൻസിലെ
ഈ ഡാറ്റ എടുക്കുമ്പോൾ തെറ്റെഴുതില്ല. ക്വാളിഫൈഡിലെ 94 ക്വാളിഫൈഡ് 500 95 450 450 ചോദ്യം എന്താ? ഒന്നുകൂടെ ചോദ്യം വായിച്ചേക്കാം. ഫിഗറുകൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പേപ്പറിൽ എഴുതിയെടുക്കുകയാണ് ചെയ്യാം. What was the percentage drop in number of candidates qualified in science discipline from 94 to 95? 94-ൽ 500 ആണ്, 500 ആണ്. അത് 95-ൽ 450 ആണ്. ഇത് എത്ര പെർസെന്റേജ് ആണ് കുറഞ്ഞത്? 500-ൽ 450 എത്ര പെർസെന്റേജ് കുറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി ഇതിനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? അതാണ് എന്റെ ചോദ്യം. അത് മനസ്സിലാക്കിയാൽ മതി. 500 മൈനസ് 450, അതായത് 50 അല്ലെ. 50 മൈനസ് ഏത് കൊണ്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്തേ. 500 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ 450 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? ഒന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഞാൻ ബാക്കി ഉത്തരം പറയാം. 500 ഒരാൾ പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എന്തായിരുന്നു? ബേസ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബേസ് ഏതിൽ നിന്നും ഏതിലേക്ക് നമ്മൾ നോക്കുന്നത്? 94-ൽ നിന്നും 95-ലേക്ക്. 94-ൽ 500 ആണ്. അപ്പൊ 94-ൽ നിന്ന് 95-ലേക്ക് ഡിക്രീസ്. അപ്പൊ എന്ത് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ 50 ഡിവൈഡ് ബൈ 500. ഇനി ഇവിടെ 50 കിട്ടിയ ഡൗട്ട് ഉണ്ടാവും. 500-ൽ നിന്ന് 480 50 അല്ലേ ഡിഫറൻസ്? 50 ഡിഫറൻസ്. ഇനി കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഇത് ചെയ്യൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മള് 50 ഡിവൈഡ് ബൈ 500. ഈ പെർസെന്റേജ് ഒരു 100 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 100 2 0 500 2 0 വെട്ടി. അപ്പൊ എന്ത് കിട്ടി? 50 ബൈ അല്ലേ 50 ബൈ 5 അല്ലെ. എത്ര കിട്ടും? 5 50 എത്ര ആവശ്യം? 10 ടൈമിൽ 10% ഉത്തരം കിട്ടും. പിന്നെ ഓപ്ഷൻ ഇതിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. ഡൗട്ട് ചോദിക്കും. ഇല്ലെങ്കിൽ ഒരു ലൈക്കോ ഓക്കെ എന്നിട്ട് ഞാൻ അടുത്ത് കാണിക്കാം. ഒന്നുകൂടെ പറയട്ടെ ഈ ക്വസ്റ്റ്യൻ? പറയണോ? വേണ്ട. ഓക്കെ ഞാൻ അടുത്തേക്ക് പറയാം. അടുത്ത ചോദ്യം. The number of candidates appeared under agriculture in 95 was. ഈ ചോദ്യമാണ് ഇതിലെ കുട്ടികളൊന്ന് കൺഫ്യൂഷൻ ആയത്. നിങ്ങളൊന്ന് ചെയ്തിട്ട് ഞാനത് പറയും. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് അണ്ടർ അഗ്രികൾച്ചറിൽ അപ്പിയർഡ് ഇൻ 95. അപ്പൊ തന്നെ എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റ്യൻ നോക്കുക. അഗ്രികൾച്ചറോടെ ഇതാണ് അഗ്രികൾച്ചർ. അപ്പിയർഡ് ഇൻ 95 ഇങ്ങനെ എടുത്ത് 95-ല് അപ്പിയർഡ് ഇതല്ല 490. ഇതാണ് ചോദിച്ചത്. അപ്രോക്സിമേറ്റ്ലി നേരത്തെ ചോദിച്ചില്ലേ, കണക്ക് കൂട്ടണ്ട. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ്? അപ്രോക്സിമേറ്റ്ലി സാവധാനം വായിച്ചാൽ മതി ക്വസ്റ്റ്യൻ. വാട്ട് പെർസെന്റേജ് ഓഫ് പെർസെന്റേജ് കാണണം. എന്തുകൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കണം. കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് അണ്ടർ ആർട്സിലെ 94-ലെ ആർട്സിലെ ക്വാളിഫൈ ചെയ്താ ആർട്സിൽ അവിടെ ഫസ്റ്റ് കോളം. അതിലെ ക്വാളിഫൈ ചെയ്ത ആളുകൾ 250 അല്ലേ. 94-ല് ആർട്സിൽ ക്വാളിഫൈ 250 ആണ്. ഡാറ്റയും തന്നു. ഇനി നിങ്ങൾ പറയും ഏതിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? അഗ്രികൾച്ചർ ബൈ ആർട്സ് ആണോ? ആർട്സ് ബൈ അഗ്രികൾച്ചർ ആണോ? നിങ്ങൾ പറഞ്ഞാൽ ബാക്കി എന്താ ചെയ്യണ്ടേ? ആർട്സ് ബൈ അഗ്രികൾച്ചർ ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേ? ടോട്ടൽ നമ്പർ ഓഫ്, ഇത് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കണേ, ബാക്കിയുള്ള ആളുകൾക്ക് ഇതേ അഭിപ്രായം ചിലപ്പോൾ ഉണ്ടാവും. എല്ലാം ശ്രദ്ധിച്ചു. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് അണ്ടർ അഗ്രികൾച്ചർ വാസ്. അഗ്രികൾച്ചറിലെ അപ്പിയർ ചെയ്തത് അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ നമ്പർ ഓഫ് ക്വാളിഫൈഡ് അണ്ടർ ആർട്സിന്റെ എത്ര ശതമാനമാണ്? അതായത് നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ 14 15 16 17 ആളുകളുണ്ട്. ഈ 17-ൽ എത്ര പേരാണ് മെയിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മെയിൽ ആളുകൾ എത്ര എന്ന് എന്താ ചെയ്യാം? നിങ്ങൾ പറഞ്ഞ മെയിൽ. ഇപ്പൊ നമ്മൾ മൊത്തം ഇവിടെ 17 ആളുകളുണ്ട്. 17-ൽ 5 മെയിൽ ആണെങ്കിൽ 5/17 എന്നാണ് ചെയ്യാം. എത്ര ശതമാനം? ഇൻറ്റു 100. എത്ര ഫീമെയിൽ? 8 ഫീമെയിൽ ഉണ്ടെങ്കിൽ 8 ഡിവൈഡ് ബൈ ടോട്ടൽ 17 ആണെങ്കിൽ 17. അപ്പോ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അഗ്രികൾച്ചറിൽ ആർട്സ് എത്ര എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അഗ്രി ഡിവൈഡഡ് ബൈ ആർട്സ് ഇൻറ്റു
ഇൻറ്റു 100% ആകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി പറയണ്ടല്ലോ. ഇനി അങ്ങനെയാണ് നിങ്ങളൊന്ന് ചെയ്തേ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്തേ. അപ്രോക്സിമേറ്റ്ലി ഇത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടുത്ത് നിങ്ങൾ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. അഗ്രികൾച്ചർ എത്രയാണ്? 490 ഡിവൈഡഡ് ബൈ 2 കിട്ടിയ ഉത്തരം കിട്ടിയ എഴുതിക്കൂടെ 250 ഇൻറ്റു 100. എങ്കിലും ഉത്തരം കിട്ടിയ ഓക്കെ. ആദ്യം പോസ്റ്റ് ചെയ്തോ? ഇല്ലല്ലേ, ലൈക്ക് മാത്രമേ ഉള്ളൂ. നോക്കാം. കാര്യം മനസ്സിലായോ? അപ്രോക്സിമേറ്റ് എല്ലാവരും കുടിക്കുക, കാൽക്കുലേറ്റർ ഒന്നും ചെയ്യണ്ട. ചോദ്യം ഇതാണ്, ഒന്നുകൂടെ വൃത്തിയിൽ എഴുതാം. 490 അതാണ് അഗ്രികൾച്ചർ. അതെങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഇൻറ്റു ഡിവൈഡ് ബൈ 250. ഓക്കെ, നമ്മളിങ്ങനെ 490 ആയതാണ് നമ്മളെ പ്രശ്നം. മുകളിൽ 490 ആയതുകൊണ്ട് ആണ് പ്രശ്നം. ഈ 490ന്റെ അടുത്ത റൗണ്ടഡ് സംഖ്യ ഏതാ? 500 അല്ലേ? 10 രൂപയുടെ കൂട്ടൽ 10 കൂടെ കൂട്ടൽ 500 അല്ലേ? 500 ബൈ 250 ആണെങ്കിൽ നമ്മൾ ഉത്തരം എന്തായിരിക്കും? 500 ബൈ 250 500 250 എത്ര പ്രാവശ്യം ഉണ്ട്? 2 തവണ അല്ലേ? 2 2 ഇൻറ്റു 100 അപ്പൊ എന്തായിരിക്കും? 200 അല്ലേ? അപ്പൊ 200 ആണ്. 500 ആയിരുന്നെങ്കിൽ ഉത്തരം 500 ആയിരുന്നെങ്കിൽ ഉത്തരം എന്താണ്? 200 ആണ്. 200 ജസ്റ്റ് 10 റുപ്യന്റെ അല്ലെങ്കിൽ 10 എണ്ണത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 200ന്റെ ജസ്റ്റ് ബിലോ 190 അല്ലെങ്കിൽ 180 200 ഉള്ളിലൊരു സംഖ്യ. നമ്മൾ നേരെ ഓപ്ഷൻ വരും. ഓപ്ഷൻ എ 400 ആണ്. വരുമോ? ഇല്ല. 200 ജസ്റ്റ് താഴെ. ഓപ്ഷൻ ബി 200 ആണ്. 200 ജസ്റ്റ് താഴെയാണ് വരുന്നത്. ഓപ്ഷൻ സി 100 ആണ്. ഓപ്ഷൻ ഡി 20 എന്തായാലും വല്ല ഒരുപാട് താഴെയാണ്. നിങ്ങൾ പറയും. ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ട് 200 കൊടുക്കണോ 100 കൊടുക്കണോ? പറയും. മിൻഹ പറഞ്ഞേ. മിൻഹ ടീച്ചറാണോ കുട്ടിയാണോ? എനിവേ വേറെ കിട്ടട്ടെ, പറയൂ. 200 എഴുതണോ 100 എഴുതണോ? നമ്മളെ ലോജിക്ക് 200 എഴുതിയാ പോരെ, 100 കുറെ താഴെയാണ്. അത്രേ ഉള്ളൂ. ആ ലോജിക്ക് അപ്ലൈ ചെയ്ത് 200. ദാറ്റ് ഇസ് ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഉപയോഗിച്ച ലോജിക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ആക്ച്വൽ ആൻസർ 196 ആണ് വരിക. ഇതെന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്യാതെ ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യണ എന്താ വരിക അറിയോ? നമ്മളാണെങ്കിൽ ഇപ്പൊ അതാ 490 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 100. അപ്പൊ ഈ 0 വെട്ടും. എന്നാലും പിന്നെ വെട്ടാൻ പറ്റും. 490 പിന്നെ ഒരു ഇൻറ്റു 10 അവിടെ. അപ്പൊ 4900 ഹരിക്കണം. നമ്മൾ 25 കൊണ്ട് ഹരിച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതിനാണ് ഈ സംഭവം കിട്ടുക 200 എന്നുള്ളത്. ഇതിന് പകരം നിയറസ്റ്റ് 400 പറഞ്ഞ ഒരു 10 500 ആണെങ്കിൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. കുറെ വലിയ മാത്തമാറ്റീഷ്യൻ ആവണ്ട. 500 ആണെങ്കിൽ ഇപ്പൊ ഇതൊരു 200 ആവുമായിരുന്നു അല്ലെ? അങ്ങനെ 200 വന്ന് മനസ്സിലായോ? 500 ആയിരുന്നെങ്കിൽ 500 ഡിവൈഡ് ബൈ 250 പറയുമ്പോൾ 500 250 അല്ലെങ്കിൽ 500 200 രണ്ട് പ്രാവശ്യം 2 പിന്നെ ഒരു 100 കൊണ്ട് ഗുണിക്കണല്ലോ പേഴ്സൺ. അപ്പൊ 200. അപ്പൊ 200 താഴെ ഉള്ളതല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് 200 തന്നെ ഓപ്ഷൻ ഉണ്ടാകും. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ട നിങ്ങള് അപ്രോക്സിമേറ്റ്ലി വന്നാൽ നിങ്ങൾ കണക്ക് കൂട്ടണ്ടതിന്റെ. അതാണ് എന്റെ അർത്ഥം. അങ്ങനല്ല, പക്ഷെ എന്റെ മീനിങ് അതാണ് കേട്ടോ. പോട്ടെ, ക്വസ്റ്റ്യൻ പറയട്ടെ? പറയാം. ഇനി ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പുസ്തകം എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂർ ചെയ്യാനുണ്ടായി. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ 4 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ. ഇനി ഭയങ്കര മാത്തമാറ്റീഷ്യൻ ആണെങ്കിൽ ഒരു 8 മിനിറ്റ്. നമ്മളത് അങ്ങനെ ഒന്നും അല്ലാതെ പുസ്തകത്തിൽ ഒരു സാധനം ചെയ്യാതെ പെണ്ണ് തൊടാതെ ഉത്തരം ചെയ്യാൻ പോകും. ഞാൻ പറയുമ്പോൾ എന്റെ വോയിസ് കേൾക്കണം, വേറെ എങ്ങോട്ടും ശ്രദ്ധ പോകരുത്. ഈ ഇത് വോയിസ് അപ്പുറത്ത് കേട്ടതിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പോ നോക്കിയിട്ട് ഇപ്പൊ എന്തെങ്കിലും ലോകത്ത് സംഭവിച്ചു നോക്കണ്ട. ഇപ്പൊ ലോകത്ത് സംഭവിക്കുന്നത് നമുക്ക് ഗ്യാറപ്പ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതിലേക്ക് ശ്രദ്ധിച്ചോട്ടോ. ഈ ഫിഗർ വെച്ച് നോക്കാൻ ഒരു മാത്സും ചെയ്യാതെയും ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ കോംപ്ലിക്കേറ്റഡ് മാത്സ് ചെയ്യാന്ന് തെളിയിക്കുകയാണ്. തെളിഞ്ഞാൽ നിങ്ങൾ ലൈക്കൊക്കെ തന്നോണ്ടി.
മനസ്സിലായില്ലെങ്കിൽ എനി ടൈം നിങ്ങൾക്ക് വിളിക്കും ചെയ്യാം. ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്, ടോട്ടൽ ഈ ഗോളാണ് നോക്കേണ്ടത്. കാൻഡിഡേറ്റ്സ് ഓൾ ഡിസിപ്ലിൻ ടുഗദർ ക്വാളിഫൈഡ് ടു അപ്പിയർഡ് വൺ മാക്സിമം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രോബ്ലത്തേക്ക് വരാം. ടോട്ടലിന്റെ കോളം നോക്കുമ്പോൾ ഇനി ശ്രദ്ധിച്ചോ, ഞാൻ പറയാം. 1992 ടോട്ടൽ 4629 കുട്ടികൾ അപ്പിയർ ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതിൽ ക്വാളിഫൈ ചെയ്തത് 1254 ആണ്. ഇതാണ് എന്റെ അർത്ഥം. ചോദ്യം എന്താ? ക്വാളിഫൈഡ് ടു അപ്പിയർഡ് വൺ, അപ്പിയർ ചെയ്ത ആളുകൾ, അത് ക്വാളിഫൈ ചെയ്ത. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് മാക്സിമം? ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിൽ, ഇതൊരു സ്ഥാപനമാണെന്ന് സങ്കല്പിക്കുക. ഈ സ്ഥാപനം എന്താണ്? ഓരോ നമ്മൾ ഏതാണ് മെച്ചപ്പെട്ടെന്ന് നോക്കുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊരു പുസ്തകം എടുത്തിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ മാത്തമാറ്റീഷ്യന്റെ ഒരു ലോജിക്കിൽ പറയുന്നത് ചെയ്യേണ്ട എന്താ അറിയോ? ആദ്യത്തെ വർഷം നമ്മൾ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട നമ്മൾ പറയാൻ വേണ്ടി പറയാണ്. 93, 94, 95, 96. അപ്പോ ഈ 4 വർഷം ചെയ്താൽ മതി, ബാക്കി ചെയ്യരുത്. അതാണ് ഒന്നാമത് മനസ്സിലാക്കുന്നത്. 93 എന്താണ്? 93 ഡാറ്റ കണ്ടോ? ഞാൻ ബോൾഡായി മാർക്ക് ചെയ്തു. 5354 ആളുകൾ അപ്പിയർ ചെയ്തു. അതിൽ 1455 ആളുകൾ ജയിച്ചു. നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പേഴ്സൻറ്റേജ് കാണാൻ എന്താ ചെയ്യാ? ഇങ്ങനെ ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് പറയണേ. ചെയ്യണത് ഇൻറ്റു 100 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പേഴ്സൻറ്റേജ് കിട്ടും. ഇതെങ്ങനെ കാണാം? 1455 ഇങ്ങനെ നമ്മൾ ചെയ്യും. ശരിക്കും മാത്തമാറ്റിക്സ് 1455 ഹരിക്കണം 5354 ചെയ്ത് ഇതിൽ ഇതുപോലെ അപ്പൊ പൂജ്യടും പോയിന്റിടും ഇവിടെ ഒരു പൂജ്യടും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ഒരു 25% ഉത്തരം കിട്ടും. ഉദാഹരണം അത് ചെയ്തു. ഇനി 94 നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ 1470 ഹരിക്കണം 5171 ഹരിച്ച് ഗുണിച്ച് കിട്ടുമ്പോൾ വേറൊരു പെർസെന്റേജ് കിട്ടും. അങ്ങനെ 4 ചെയ്ത് അതിൽ ഏറ്റവും വലിയ പെർസെന്റേജ് ഏതാണോ അതെടുത്ത് എഴുതുമ്പോഴേക്ക് പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യണോ? വേണ്ടല്ലോ. ഞാനൊരു മെത്തേഡ് പറയുന്നത് റെഡിയാണോ? ആൾക്കാർ 11 ആയിപ്പോ 11, 12 കുറഞ്ഞ് ആയിക്കോട്ടെ. നെറ്റ് JRF കിട്ടേണ്ട ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് ഇത്രയും ഡാറ്റ ചെക്ക് ചെയ്യാനുള്ളൂ എന്നുള്ള ഒന്നാമത്തെ ബോധ്യം മനസ്സിലാക്കി. അത് മനസ്സിലായില്ല, കാരണം അതേ ഓപ്ഷൻ ഉള്ളൂ. ബാക്കി 92 എന്തിനാ ചെക്ക്? 92 നമുക്ക് കിട്ടിയെങ്കിലും അത് അതിനൊരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പിന്നെ എന്നുള്ള ഒരു വാല്യൂ 92 ഡിവൈഡ് ചെയ്ത് കിട്ടി. നിങ്ങൾ ഏത് ഓപ്ഷൻ ചെയ്താൽ ഓപ്ഷൻ ഇല്ല, നമ്മൾ ചെയ്യേണ്ട. അപ്പോ 97 ചെയ്യണ്ട, 97 ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ മാത്രം ചെയ്യാം. ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ ഒരു നാടൻ ഒരു ആളെ രീതിയിൽ ഇത് പറയാറ്. ഒരു നാടനില്ലാത്ത ഒരാള് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ വർഷം. അപ്പൊ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വർഷം ഇതാണ്. 1400. ഞാനിങ്ങനെ റെഡ് മാർക്കിന് ശ്രദ്ധിക്കണേ. 1455 ആളുകൾ ക്വാളിഫൈ ചെയ്തു. 5354 ആൾക്കാർ പരീക്ഷ ചെയ്തു. അതായത് ഏകദേശം 5300 ആൾക്കാർ പരീക്ഷ ചെയ്തു. 54 ആണ് പോട്ടെ. 5300 ആൾക്കാർ പരീക്ഷ ചെയ്തപ്പോൾ 1450 ആളുകൾ ജയിച്ചു. അതാണ് നമ്മുടെ ബേസ്. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. ഇപ്പൊ രണ്ടാമത്തെ വർഷം എന്താണ്? 5170 ആൾക്കാർ പരീക്ഷ ചെയ്തു. തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ കൂടുതൽ കുറവല്ലേ? 93യിലേക്കാൾ 94ൽ ആളുകൾ കുറവാണ്. പക്ഷെ ജയിച്ച ആളുകൾ എണ്ണം നോക്കാം. 5300 ആൾക്കാർ ഫസ്റ്റ്, 350 ആൾക്കാർ ഫസ്റ്റ് എഴുതിയപ്പോ 1450 ആൾക്കാർ ജയിച്ചു. പക്ഷെ തൊട്ടടുത്ത വർഷം അതിലും ഒരു 200ഓളം ആളുകൾ കുറഞ്ഞിട്ടും 1470ഓളം ആളുകൾ അപ്പോഴും ജയിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ പറയും 93 ആണോ 94 ആണോ ബെറ്റർ? ഒരു സ്ഥാപനമാണ് സങ്കല്പിച്ചോ. ഒന്നാമത്തെ സ്ഥാപനം 5300 ആൾക്കാരെ പരീക്ഷ, രണ്ടാമത് 100 ആൾക്കാരെ പരീക്ഷിച്ചത്. ഇതിൽ നിങ്ങളുടെ ലോജിക് അനുസരിച്ച് കണക്കിലേക്ക് പോകണേല്ലേ, ഹരിക്കണേല്ലേ? ഏത് സ്ഥാപനം വെച്ചു? 93 എന്ന വർഷമാണോ 94 ആണോ ബെറ്റർ? ഒന്ന് മൈക്കോണാക്കി പറഞ്ഞു. എനിബഡി? വേറെ ആളുടെ പേര് കാണുന്നില്ല ഇവിടെ. നിങ്ങളുടെ ലോജിക്ക് ഞാൻ ഒന്നുകൂടെ പറയണമെങ്കിലും പറയാം, ഇല്ലെങ്കിൽ മനസ്സിലായി ഒന്നുകൂടെ പറയാം. ഈ രണ്ട് ഫിഗറും കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വർഷം ബെറ്റർ ആയി തോന്നുന്നത്?
94 അല്ലേ? വേറെ എങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് 94 ബെറ്ററായി തോന്നുന്നു മനസ്സിലാകുന്നു. 93 5300 ആൾക്കാർ പരീക്ഷ എഴുതി, 94 5100 ആൾക്കാർ പരീക്ഷ. ആ ചില്ലറകളാണ് നിൽക്കട്ടെ, 54 കണക്കല്ലേ. 2 വർഷം 1400-ൽ-അധികം ആളുകൾ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ കുറവ് ആളുകളെ പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ടും നമ്മുടെ 94 ആണ് ബെറ്റർ. അങ്ങനെയാണെങ്കിൽ 94 ആണ് ബെറ്റർ, 93-ന് ഉത്തരം വരില്ല. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഈ 94-നെ അടുത്ത വർഷം കമ്പയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഇനി ബേസ് എന്താ, 5170 ആൾക്കാർ പരീക്ഷ എഴുതി, 1470 ആൾക്കാർ ജയിച്ചു. തൊട്ടടുത്ത വർഷം 1995-ൽ നോക്കൂ, 4500 ആൾക്കാർ പരീക്ഷ എഴുതി, ഇതിലേക്ക് 600 ആൾക്കാർ കുറവ്, എന്നിട്ടും 1412 ആൾക്കാർ ജയിച്ചു. നിങ്ങൾ പറയും, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണോ ഇപ്പൊ പറഞ്ഞതാണോ ബെറ്റർ? 94 ആണോ 5 ആണോ? മൈക്കോണോ ഇവിടെ രണ്ടാണ് പറ്റിയ? ഞാൻ പറഞ്ഞോളൂ, ഒരു ആൻസറും പറയരുത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ആൻസർ പറയാം. പറയും, പിന്നെ പറയും. മൈക്കോപ്പ 95 അല്ലേ? എന്താ ഈ 94-ൽ 5100 ആൾക്കാർ പരീക്ഷ എഴുതി, ഇവിടെ തൊട്ടടുത്ത വർഷം 4500 ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടുള്ളൂ, എന്നിട്ടും സെയിം റിസൾട്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ 95 ഈസ് ബെറ്റർ ദാൻ 94. ദാറ്റ് മീൻസ് 94 ആൻസർ വരില്ല. കട്ട് ചെയ്തു. നിങ്ങൾ ഹരിക്കാതിരിക്കാനുള്ള പ്രണയം പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല, നിങ്ങൾ നേരെ പോയിട്ട് ഹരിച്ചുകൊണ്ട് ഓരോന്നിനും മറ്റേ ഡിവൈഡ് ചെയ്ത് ഒരു പെർസെന്റേജ് ആക്കി ചെയ്തുകൊണ്ട്, പക്ഷെ അത് മാത്രം ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ, ബാക്കി സമയം ഉണ്ടാവും. 96 കൂടെ നമുക്ക് നോക്കാമല്ലോ ഇനി. അല്ലല്ല, 95 നോക്കിയാ 96-നെ കമ്പയർ ചെയ്യണം. 96-നെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരാം, നമുക്ക് മനസ്സിലാക്കാം. നമ്മളെടുത്ത് 95 ആണ് ഇപ്പൊ എടുത്ത് വെച്ചത് അല്ലേ? 96 കമ്പയർ ചെയ്ത്, നിങ്ങൾ കമ്പയർ ചെയ്തേ, 6000 ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. 94-ലോ 5-ലോ 4500. പക്ഷെ ഇതിന്റെ റിസൾട്ട് 1800 ആളുകൾ. ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയും. 95 4500 ആൾക്കാർ പരീക്ഷ ചെയ്തപ്പോൾ 1400 ആൾക്കാർ ജയിച്ചു. 96 6000 ആളുകൾ, ഒരു 1500 ആൾക്കാർ കൂടി, അപ്പൊ റിസൾട്ട് 400 ആൾക്കാരെ മറ്റൊന്ന് കൂടി 1824 ആൾക്കാർ ജയിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ഒരു സ്ഥാപനം നോക്കിയതിലുണ്ട്, ഒന്നാമത്തെ 95-ലാണോ 6-ലാണോ ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്? നിങ്ങളുടെ ലോജിക്ക് എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്തേ. നമുക്ക് ഇതിൽ ഏതെടുക്കണം? 95 എടുക്കണോ? 5 ആണെങ്കിൽ സി എന്ന് എഴുതിയാൽ മതി, 4 ആണെങ്കിൽ 6 ആണെങ്കിൽ ഡി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആയിഷ ഫിദ, സുലൈം, പിന്നെ 3 ആൾക്ക് ഉത്തരവുള്ളൂ. ബാക്കി ആൾക്കാർക്ക് എന്താ പരിപാടി? ഒരു ഉത്തരവില്ല. ബാക്കി ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ പോയാ, വാട്സപ്പിലൊക്കെ പോയോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. 95. ഓക്കെ, യെസ്, 95 ഈസ് ദ ആൻസർ. കാരണം 4562 ആളുകൾ പരീക്ഷ 400 ആൾക്കാർ ജയിച്ചു. ഇവിടെ 1500 ആൾക്കാർ ഏറെയാണ് ഇവിടെ, എന്നിട്ടും 1800 ഇവിടെ എത്തിയിട്ടുള്ളൂ. അത് പോരാ. അങ്ങനെ നോക്കുമ്പോൾ 95 ആയിരിക്കും ഉത്തരം എന്ന് ഗസ് ചെയ്യുന്നു. ഓപ്ഷൻ സി എഴുതുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ റിസ്കാറായി നിൽക്കണമെങ്കിൽ, നമ്മൾ കൺഫ്യൂഷനായി നിൽക്കണം, എന്ത് ചെയ്യാ, പോയിട്ട് അരിച്ചു നോക്കുക. അത് രണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മൊത്തം ഡിവൈഡ് ചെയ്ത് നോക്കുക. പക്ഷെ സമയം മാനേജ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ പരീക്ഷ കൊണ്ടുപോകാൻ പറ്റും. എന്ത് തോന്നുന്നു? ഈ മെത്തഡ് സുഖം ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ആൻസർ വരിക. മുന്നൊക്കെ അനിയനൊക്കെ കുഴപ്പമില്ല. ഓക്കെ, 3 ആൾക്കാർ പറയാം. അങ്ങനെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ അതിന് ഉത്തരം കണ്ടക്ട് പോസ്റ്റ് ചെയ്യണം. ലേക്ക് പോലെ പോസ്റ്റ് ആണ് കിട്ടുന്നത്. നിങ്ങൾ പോസ്റ്റ് കറക്റ്റ് ആണ് നോക്കല്ല. സെയിം ക്വസ്റ്റ്യൻ, ചെറിയൊരു വ്യത്യാസം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ പെർസെന്റേജ് ഓഫ് ക്വാളിഫൈഡ് ടു അപ്പിയർ? നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ. ഇൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ മാക്സിമം. നേരത്തെ പറഞ്ഞതാ ഇൻ ഓൾ ടോട്ടൽ ആണ് ചോദിച്ചിരുന്നത്. ടോട്ടൽ കോളത്തിന് പകരം ഇവിടെ ചോദിച്ചത് എന്താ? എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട അതേപോലെ എഞ്ചിനീയറിംഗിന്റെ കോളം നോക്കുക. എഞ്ചിനീയറിംഗ് കോളം ശരിക്കും നോക്കുക. അതിലും ചെയ്യേണ്ടത് ഏത് കോളാണ് നോക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ കോളും കമ്പയർ ചെയ്യണ്ട. 94
94, 95, 96, 97. ഇത് 4 ചെയ്താൽ മതി. ഞാൻ എപ്പി പറഞ്ഞ ലോജിക് അനുസരിച്ച് ഒന്ന് ചെയ്ത് നിങ്ങളത് ഓക്കെ ആണോ നോക്കട്ടെ. നിങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കേണ്ട ഇയറുകൾ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഈ റെഡ് മാർക്ക് ചെയ്ത ഇയറുകൾ. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് ഉത്തരം പറയും. ഓക്കെ, ഓരോരുത്തർക്ക് ഉത്തരം കിട്ടി. വെരി ഗുഡ്. രണ്ടാൾക്കാർ ഉത്തരം കിട്ടി. ഒരു മിനിറ്റ് കൂടെ ഞാൻ സമയത്ത് കമ്പയർ ചെയ്ത് 1 മിനിറ്റേ ഉള്ളൂ. സ്പീഡ് കമ്പയർ ചെയ്തിട്ട് ഒരു ആൻസർ എത്തിക്കും. ഏറെക്കുറെ ഒരു ആൻസർ എത്തിയപ്പോൾ നമ്മൾ അതിനെ എഴുതണം കേട്ടോ. അങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് ഡൗട്ട് അടിക്കാൻ നമുക്ക് സമയം ഞാൻ രണ്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളൂ. അല്ലല്ല, കുറെ പേര് ഒന്നില്ലേ. സോറി ഞാൻ താഴേക്കത് മൂവ് ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു ആർ വിത്ത് മീ. കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എനർജിയാണ്. ഞാനിത് ഇനി ആരെങ്കിലും മനസ്സിലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഒന്ന് ജസ്റ്റ് പറയാം. ആൻസർ നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. ഞാനൊന്ന് കാണിക്കാം. 94 മുതലാ തുടങ്ങുന്നത്. 742 ആൾക്കാർ പരീക്ഷ എഴുതി. പകുതിയിൽ കുറവ് ആളുകൾ ജയിച്ചു അല്ലെ? 300 ആൾക്കാർ. തൊട്ടടുത്ത വർഷം 880 ആൾക്കാർ, ഇതിലേറെ 100 ആൾക്കാർ കൂടി. അപ്പോഴും 312 ആൾക്കാരെ കൂടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 742 അല്ലേ ബെറ്റർ? അതായത് ഏതാ വർഷം? 94 അല്ലേ ബെറ്റർ 95-നേക്കാൾ? അപ്പൊ നമ്മൾ 880 കട്ട് ചെയ്യും. 3 വയസ്സാം. ഓക്കെ, ഇനി ഇതിനെ ഇതുമായി കമ്പയർ ചെയ്യാം. 642 ആൾക്കാർ പരീക്ഷ എഴുതി. 740 100 ആൾക്കാർ കുറവ് എഴുതിയിട്ടും 301 ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. അപ്പോ 94-നേക്കാൾ ബെറ്റർ 96 അല്ലേ? കുറെ ആൾക്കാർ ആൻസർ ചെയ്ത് അതിലേക്ക് പോകുന്നു. ഇനി 96, 97. 96-ല് 600 ആളുകൾ പരീക്ഷ, 301 ആളുകൾ ക്വാളിഫൈ ചെയ്തു. ഇതിനേക്കാൾ 300-ലധികം ആളുകൾ ഇവിടെ പരീക്ഷ എഴുതി. 1997 962 പറയുമ്പോൾ 320 ആളുകൾ എക്സ്ട്രാ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇതിലേറെ 100 ആണ് ഇവിടെ കൂടിയത്. 642 നമ്മൾ ഏകദേശം പകുതിയോടടുത്ത്. 962-ന്റെ പകുതി അല്ല 400. 962-ന്റെ പകുതി എത്ര വരും? 470-ന് മുകളിൽ വരണം. ഇത് 470-ന്റെ അടുത്തുനിന്ന് പകുതിയുടെ അടുത്ത് വളരെ എത്താൻ ഇനിയും കുറയാണ്. പക്ഷെ 642 ഏകദേശം പകുതിയാണ് 301 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹയസ്റ്റ് വാല്യൂ വരിക 1996-ലാണ്. അതായത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ്. സൂപ്പർ ടീം. ഇനിയിപ്പോ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറയണോ? ഇത് ക്ലിയർ ആയോ? ഞാനൊരു വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകണോ അതോ വേറെ ടോപ്പിക്കിലേക്ക് പോകണോ? മതിയായി. ഇതിലെന്തെങ്കിലും ഓക്കെ, എന്തെങ്കിലും പ്രശ്നമെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും പുതിയ സാധനങ്ങൾ എന്തെങ്കിലും പറയും. ഓക്കെയാണ്. അപ്പൊ നമുക്ക് 8:10 നമ്മൾ 1 മണിക്കൂറും 10 മിനിറ്റായി തുടങ്ങിയിട്ട്. നമുക്കിനി ഡാറ്റ കണ്ടുപിടിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഞാൻ ഈ ലോജിക്കൽ അടുത്ത ദിവസം കിട്ടുകയാണെങ്കിൽ നന്നാണ്. അത് മാത്രം ഒരു ദിവസം പറയാം. പിന്നെ ബാക്കി ടോപ്പിക്കിലേക്ക് ഒന്ന് ഓവറാൾ പോകണം. എന്താ വേണ്ടേ ഒന്ന് പറഞ്ഞെന്ന് ആരെങ്കിലും ഒരാൾ വേഗം പറയും. സമയം കളയും. ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വേണോ? വേണ്ടല്ലോ. ക്ലാസ് മതിയാണ്. ഞാനൊരു ക്യാമ്പിൽ നിന്ന് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം ക്യാമ്പിൽ പോകും. ക്ലാസ് വന്നെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് ആവട്ടെ. ഒരാളെ അഭിപ്രായം പറയുമ്പോൾ അതിലേക്ക് പോകണം. നെക്സ്റ്റ് ടോപ്പിക് എടുക്കാൻ ഒന്ന് പ്രസന്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നലെ പോയ പോലെ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇന്നലെ പോയ പോലെ ഒന്ന് ഓടിച്ചിട്ട് ബാക്കി ഏരിയ പോകാം. എന്നോട് നിങ്ങൾ ഷിയാബ് സാറ് ലോജിക്കല് പറഞ്ഞിരുന്നു. ലോജിക്കല് പറയുമ്പോൾ എവിടെ എത്തൂല ഇപ്പൊ പറഞ്ഞത്. പിന്നെ ലോജിക്കല് ഒരു തലയും പോലെ ഇല്ലാതെ പറയല് നടക്കില്ല. അത് നമുക്ക് ഒരു ഡേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയത്ത് ചെയ്യാം. നമ്മൾ ഇന്ന് ഞാൻ ബാക്കിയുള്ള ഏരിയകളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പോവാം. ഓക്കെ, ഇന്നലെ നമ്മളെ റീഡിംഗ് കോമ്പിനേഷനിലാണ് നിർത്തിയത്. ബാക്കിയുള്ള പോയ ഏരിയ ഒക്കെ ഒന്ന് വേഗം ഒഴിച്ചു പോവാണേ. Okay, I think we will be listening to you.
യെസ്, ഇതിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഏരിയ കഴിയും. ഒറ്റ വാക്കിൽ പറയാം. റീഡിംഗ് കോമ്പിനേഷൻ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം? ഇത് വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഉണ്ടല്ലോ, ഓക്കെ. റീഡിംഗ് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ ആദ്യം തന്നെ ഇത് വരികയാണെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ ടൈം കളയരുത്. ഒരു സിമ്പിൾ ടോപ്പിക് അല്ല, ഒരു വലിയൊരു പാരഗ്രാഫാണ് വരിക. ആ പാരഗ്രാഫിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് 5 ചോദ്യം ഉണ്ടാകുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോ ഞാൻ എന്റെ ഒരു മെത്തേഡ് പറയാം. ആദ്യത്തെ ഒരു ലൈനിൽ 1-2 ലൈന് വന്ന് കുറെ ആൾക്കാർ അതിനെ പറയാറുള്ളത്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് യൂസ് ചെയ്യാം. ആദ്യം 1-2 ലൈന് വായിക്കാം. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയണമെന്ന് മനസ്സിലാവും. എന്നിട്ട് നേരെ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ 5 വായിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യാം, ഇന്നൊരു പാരഗ്രാഫ് ഇങ്ങനെ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ഒരുമിച്ച് വായിക്കും. പാരലായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വേഗം സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ സ്പീഡ് വായിക്കാൻ പറ്റില്ല, ആദ്യം വേഗം ഒന്ന് വായിക്കാം. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഓൺലൈനാണ്, സ്ക്രീനിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനോ മാർക്ക് ചെയ്യാനൊന്നും ഇതില്ല. പണ്ട് ഇത് ഓഫ്ലൈനായിട്ട് സുഖമായിരുന്നു, അണ്ടർലൈൻ ചെയ്തിട്ട് ആ പോയിന്റ് അവിടെ പോയി തപ്പിയാൽ മതി. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഉണ്ടാവുക, അതിൽ നമ്മുടെ വക നമ്മളൊന്ന് കോംപ്രിഹെൻഡ് ചെയ്യുന്നേ, അതിനുള്ള റീഡിംഗ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും. അത് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ, സ്റ്റാർട്ടിങ്ങിൽ 3,00,000 സാലറി വാങ്ങണമെങ്കിൽ, മന്ത്ലി അറൌണ്ട് 50,000 ഫെലോഷിപ്പ് വാങ്ങിയിട്ട് എന്താണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നല്ല ഹൈ യൂണിവേഴ്സിറ്റിയിലൊക്കെ PhD സ്കോളറായി പിന്നെ നമ്മൾ 5 വർഷം കൊണ്ട് 30 ലക്ഷം രൂപയൊക്കെ വാങ്ങണമെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് കിട്ടിയാൽ അതിനൊന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാക്കണം. അതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണ്ട ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലാതെ ഓരോ ടോപ്പിക്കും അയ്യോ ഇതൊക്കെ പഠിക്കണമല്ലേ, ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ കുട്ടികളുടെ ക്ലാസ്സിലും പറയാം, യു ഹാവ് ടു ലവ് ദി യൂജി. നമ്മള് UGCയെ പ്രണയിക്കണം. JRFനെ പ്രണയിക്കുമ്പോൾ എന്തായാലും അറിയോ, നമ്മുടെ ചിന്തകൾ മൊത്തം ഒരാള് ഒരു കാര്യത്തെ പ്രണയിക്കുമ്പോൾ പ്രണയൻ അല്ലെങ്കിൽ പ്രണയിനി അല്ലെങ്കിൽ കാമുകൻ കാമുകി ആ ആംഗിളൊക്കെ പറയുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവുക. നമ്മൾ എവിടെ പോകുമ്പോൾ എന്ത് വാങ്ങുമ്പോഴും എന്ത് ചിന്തയിൽ ഈ കാമുകൻ ഉണ്ടാവും, ഈ കാമുകി ഉണ്ടാവും. അങ്ങനെയല്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഇതിനെ പ്രണയിക്കാൻ പറ്റും. അപ്പൊ നമ്മള് എന്ത് കാണുമ്പോഴും നമ്മുടെ ചിന്തയിൽ JRFിലേക്കുള്ള വഴികളായിരിക്കും. അപ്പൊ നമ്മളൊരു സൈറ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ തുറന്നിട്ട് UGCയുടെ സൈറ്റാണ് തുറക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ UGCയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നോക്കുക. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുക UGCയുടെ ശോധഗംഗയിലും ശോധഗംഗോത്രിയും PG പാഠശാലയും സ്വയം പ്രഭ പോലുള്ള ചാനലും സൈറ്റുകളും ഒക്കെ നോക്കിയിട്ട് അതിൽ എന്തൊക്കെയാണ് പറയണത് എന്നൊക്കെയാണ് നോക്കുക. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിലെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ മൈൻഡിൽ കൊടുക്കുന്ന ഇൻപുട്ട് അതായിരിക്കും. അപ്പോ അങ്ങനെ ഒരു സാധനം നമുക്കുണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ വരാം, പറഞ്ഞതിലേക്ക് വരാം. ഇതില് ഒരു റീഡിംഗ് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇതിനെ പ്രണയിക്കാൻ തുടങ്ങുന്നത്. ഇതിനെയാണ് പ്രണയിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇതിലുണ്ടായി. അതിനെ കുറിച്ച് കഴിഞ്ഞ അടുത്തേക്ക് പോകാം. പിന്നെ ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രത്യേകിച്ച് പഠിച്ച സമയം കളയേണ്ടതില്ല. തീരെ പഠിക്കണ്ട എന്നുള്ളതല്ല, അധികം കുറെയൊക്കെ നമുക്ക് ഇതിൽ എഴുതാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിലബസ് ആണ്. കമ്മ്യൂണിക്കേഷൻ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ മീനിങ്? നമ്മൾ ഓപ്ഷൻ ഉണ്ടാവും, നമുക്ക് അത് കാണാൻ പഠിച്ചു പോകണ്ട. ഓപ്ഷൻ നോക്കി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ: ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ കുറെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബേസിക് അറിയണമല്ലേ. അപ്പൊ അത് വേണ്ട. ക്യാരക്ടേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രത്യേകത എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബ്രീഫ് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാവണം, കറക്റ്റ് മീഡിയ ആയിരിക്കണം, അവിടെ ബാരിയേഴ്സ് തടസ്സം ഉണ്ടാകും, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നു. പിന്നെ വെർബൽ നോൺ വെർബൽ ഇങ്ങനെ വന്നപ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വെച്ചാണ് ചില ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു സിനിമ പറയില്ല, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, ടീച്ചറും കുട്ടികളുടെ റിലേഷൻ എങ്ങനെയായിരിക്കാം. ചില ടീച്ചേഴ്സിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ഓവർ സ്ട്രിക്റ്റ് ആയി നിങ്ങൾ ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് നിർത്തിയ കുട്ടി ഒന്നും മൈൻഡിൽ കയറില്ല. അപ്പോൾ ടീച്ചർ കുട്ടിയും നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റണം. റാപ്പോ നല്ലൊരു ബന്ധം ഉണ്ടാകാൻ പറ്റണം. അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതാണ് മാണിക്കക്കല്ല് സിനിമയില് പൃഥ്വിരാജിന്റെ പൊണ്ണാമല ഹൈസ്കൂൾ അതിൽ വരുന്ന പുതിയ മാഷിന് വിനയേന്ദ്ര മാഷിന്റെ റോൾ അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് നല്ല ടീച്ചർ തന്നെയാണ്. ക്ലാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റ് സെൻട്രിക് ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് ഒരു ലോജിക് ഉണ്ടായാലും ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ അടുത്തേക്ക് പോവാം. ബാരിയേഴ്സ് ഓഫ് എഫക്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടുന്നതാണ്. ഈ മാസ് മീഡിയ എന്നൊരു ഏരിയയില് മാസ് മീഡിയ സൊസൈറ്റി, ഇവിടെ അസേർഷൻ റീസൺ ആയിട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമ്മൾ ജനറൽ റീഡിംഗ് ഉണ്ട്, നമ്മുടെ ജനറൽ റീഡിംഗ് അത് ബന്ധപ്പെട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ അല്ല നമ്മളൊന്നും പഠിച്ചു പോകുന്നതായിരിക്കില്ല. അസേർഷൻ പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ്മെന്റ് നേരത്തുള്ളൂ.
പരീക്ഷ എഴുതിയ ആളുകളൊക്കെ പ്രശ്നം ഇതാണ്ടാവും. എന്താണ് ഈ അസർഷനോട് കുടുങ്ങി നൽകിയ ആൾക്കാർ പറയുന്നത്? അസർഷൻ മീൻസ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ മുന്നിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ ചെയ്യണം, അനലൈസ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇത്തരം ഏരിയയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ മാസ് മീഡിയ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ചോദിച്ചത് പരീക്ഷ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ടീച്ചർ ടു സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ, അത് ഇന്റർ പേഴ്സണൽ ആണോ, ഇൻട്രാ പേഴ്സണൽ ആണോ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണോ, മാസ് കമ്മ്യൂണിക്കേഷൻ ആണോ? ടീച്ചർ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഐ എം എ ടീച്ചർ, ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇനി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ടീച്ചറുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആവണം എന്ന് ചോദിച്ചാൽ അത് റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുക. റെസിപ്രോക്കൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ. ഒരാളോട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു കൂട്ടരോട് മാത്രമല്ല, കുട്ടികൾ അങ്ങോട്ടും പറയണം, ടീച്ചർ ഇങ്ങോട്ടും പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ, അതാണ് റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻ. വൺ വേ ആവരുത്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ മാസ് മീഡിയ സൊസൈറ്റിയെ കേട് വരുത്തുന്നുണ്ട് നിങ്ങൾ അഭിപ്രായം? നമ്മൾ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ മാസ് മീഡിയയുടെ ഒരു മീഡിയ സോഷ്യൽ മീഡിയ, ന്യൂ മീഡിയ എന്ന കാറ്റഗറി. ടെലിവിഷൻ ഒരു മീഡിയയാണ്, ചാനൽ മീഡിയയാണ്. നമ്മൾ പറയാം ഒറ്റയ്ക്ക് ആ ക്വസ്റ്റ്യൻ കുട്ടികളൊക്കെ കേട് വരുന്നത് ഏതിലൂടെയാണ്? മാസ് മീഡിയയിലൂടെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആണ് എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുമെങ്കിൽ അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നിരോധിക്കണം എന്നൊക്കെ അഭിപ്രായം വരും. സോഷ്യൽ മീഡിയ നിരോധിച്ചാൽ ആലോചിക്കൂ, നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഇതൊക്കെ കുട്ടികളെ ചീത്ത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ എല്ലാവരെയും ചീത്തയാക്കുന്നില്ല. നമ്മൾ ഐഡിയൽ ആയിട്ട് ഉത്തരം പറയും. വെറുതെ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷൻസ് ഉത്തരത്തിലേക്ക് പോകുന്നത്. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഏരിയ മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. ഇതിലേക്ക് വരാല്ലേ, ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇങ്ങനെ എന്തൊക്കെ ഇതിൽ വരും നമുക്ക് നോക്കാം. സിലബസ് കണ്ടോ? ടൈപ്പ് ഓഫ് റീസണിങ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്, റിലേഷൻ, മാത്തമാറ്റിക്കൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ വേഗം പോവാം. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കൺസിഡർ ദ ഫോളോയിങ് ലെറ്റർ സീരീസ്, വാട്ട് ഇസ് നെക്സ്റ്റ് ഓഫ്. ഇങ്ങനെ തന്നിട്ട് സാധാരണ ലെറ്റർ സീരീസ് സിമ്പിൾ ആയിട്ടാണ് വരേണ്ടത്. അതായത് ടൈഗർ എന്ന് പറഞ്ഞാൽ XYZ P എന്നാണ്. ലയൺ എന്ന് പറഞ്ഞാൽ PQRST എന്നാണെങ്കിൽ, വെറുതെ ഒരു ഉദാഹരണം കേട്ടോ, എങ്കിൽ കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ടി എങ്ങനെ X ആയി ഇങ്ങനെ നോക്കാൻ എന്ത് ചെയ്താൽ മതി? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ABCDE ഇങ്ങനെ എന്ത് ചെയ്യാം, നമ്മളൊരു വെള്ള പേപ്പർ കിട്ടുമ്പോണ്ട് അതിൽ ഫുള്ളി A to Z എഴുതി വെക്കുക. കുറെ ആളുകൾ ഇത് എഴുതാൻ പഠിച്ചാൽ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് ഉത്തരത്തിൽ എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നു എനിക്കെന്താ ABCD അറിയും, ഇത് പോയി ചെയ്തിട്ട് വേണോ? അല്ല, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുന്ന ABCD ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാം, എഴുതി വെക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് മുന്നിൽ പേപ്പറിൽ എഴുതി വെക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നിൽ നമ്മൾ ഹാളിൽ ചെന്നിരുന്നാൽ കുറെ സമയം വെറുതെ ഇരിക്കരുത്. ആ സമയത്ത് എല്ലാം എഴുതി വെച്ചാൽ മതി. ചില കുട്ടികൾ ഇന്നലെ മിന്നാന്നൊരു ക്ലാസ് സമയത്ത് TMGയിലാ തോന്നുന്നുണ്ട്, അവിടുത്തെ കുട്ടികൾ പറഞ്ഞു പേപ്പറിൽ അവിടെ എഴുതാൻ അയക്കൂല, അവരൊരു ചീത്ത പറയുന്നത്. നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക. പേപ്പറിൽ അവരിങ്ങനെ കാണുക ഭയങ്കര സംഭവമായിട്ട് എഴുതണ്ടേ. ഇത് മെല്ലെ ABCD എഴുതി വെച്ചാൽ പോരെ. പരീക്ഷ തുടങ്ങിയ ശേഷം എഴുതി വെച്ചാൽ ആ എഴുതുന്ന സമയം ഒരു വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? മിസ്സാവും. ഇനി അഥവാ എഴുതി നിങ്ങൾ ചീത്ത പറഞ്ഞു, സോറി സാർ പറഞ്ഞ പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ ആ പേപ്പർ തിരിച്ചവർ വാങ്ങിക്കൊണ്ടു, നിങ്ങൾ വേറെ പേപ്പർ തരും. പേപ്പർ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എഴുതി വെക്കാം. നമ്മുടെ ആവശ്യം, നമ്മുടെ പരിപാടി നടക്കണ്ടേ. ഓക്കെ, അപ്പൊ അവർ വല്ലാതെ ഷൗട്ട് ചെയ്യേണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി? എല്ലാവരും അടങ്ങി അങ്ങനെ ഷൗട്ട് ചെയ്യൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? A to Z എഴുതി പെട്ടെന്ന് കിട്ടും. ഇവിടെ ഞാൻ ആൻസർ എങ്ങനെ വന്നു തൽക്കാലം പറയാം. ഇതിൽ 3 ലെറ്റർ ഉണ്ട്, ACF. ഈ എയും EI-Q ഇതൊരു ബന്ധമുണ്ട്. A കഴിഞ്ഞാൽ എത്രാമത്താണ് ഈ? നിങ്ങൾ ആൻസർ പറഞ്ഞേ. A കഴിഞ്ഞാൽ എത്രാമത്തതാ? ABCDE 4 അല്ലേ? +4. അതേ പാറ്റേൺ ആണോ ഈ കഴിഞ്ഞാൽ I വന്നതെന്ന് നോക്കുക. നോക്കി ആണോ നോക്കി അല്ലേ? FGHI 4ാമത്തതല്ലേ? +4 അല്ലേ? അപ്പൊ ആദ്യത്തെ ലെറ്റർ എന്താണ്? +4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അറിയോ? I കഴിഞ്ഞിട്ട് 4ാമത്തെ എന്താ? JKLM. M ആണ് ഇവിടെ ആദ്യം വരിക. ഓപ്ഷൻ നോക്കാം. അപ്പൊ തന്നെ M കൊണ്ട് എത്ര ഓപ്ഷൻ ഉണ്ട്? ഒന്നുള്ളൂ. അപ്പൊ തന്നെ ഉത്തരം. ഇനി അവിടെ ബാക്കി കാണാൻ പോകണ്ട, 2, 3 കാണാൻ പോകണ്ട. M കൊണ്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി M കൊണ്ട് 2 ഉത്തരം ഉണ്ടെങ്കിൽ
MOJ എന്നൊരു ഓപ്ഷനും ഉണ്ട്, MOR ഒരു ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? M ആണ്. അപ്പൊ എന്തല്ല, ബാക്കി C അല്ല, A അല്ല, B അല്ല. അപ്പൊ അവിടെ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ കേട്ടോ, ഒരു മിനിറ്റ് ക്ലിയർ ചെയ്യട്ടെ, നിങ്ങൾക്കൊന്ന് മാറ്റം. അപ്പൊ ചെയ്യേണ്ട പണി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇവിടെ ഏതിലാ വ്യത്യാസം? ഒന്ന് MOR ആണ്, മറ്റേത് MOJ ആണ്. സങ്കല്പിച്ചോ. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കണ്ട. സി, ഇവിടെ C അടുത്ത് G എങ്ങനെയായി നമ്മൾ നോക്കണ്ട, കാരണം രണ്ട് O അല്ലേ, 6 മാത്രമേ. അപ്പൊ ലാസ്റ്റത്തെ സംഖ്യ F, ലാസ്റ്റത്തെ F ആണ്. ലാസ്റ്റത്തത് F അല്ലേ? F എങ്ങനെ J ആയി, J എങ്ങനെ N ആയി, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? Fഉം J ഉള്ള ബന്ധം എന്താ നോക്കാം. അതനുസരിച്ച് നമുക്ക് എന്തൊരു ആൻസർ കിട്ടും. സോ അത് നമ്മൾ ABC എഴുതിയിട്ട് എന്ത് സുഖമായിരിക്കും, പെട്ടെന്ന് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ആൻസർ കാണിക്കുക ഇവിടെ MOR തന്നെയാണ് ഉത്തരം. എങ്ങനെ വന്നു ചോദിച്ചാൽ ഇതാണ് MOR. എല്ലാം +4 ആണ് റിലേഷൻ. ഇവിടെ 4 ഈ M മാത്രം കണ്ടാൽ മതി. ഇത് ചോദിച്ചതാ മുമ്പ് കേട്ടോ, ബാക്കിയൊന്നും കണ്ട ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. ഇനി ഇവിടെ ഓപ്ഷൻ ഒന്നും നോക്കില്ല. M കിട്ടി അത് എഴുതിച്ചു. ഇവിടെ ഇനി രണ്ടാമത്തെ ഉണ്ടാക്കി O കിട്ടി അത് എഴുതിച്ചു. അപ്പോഴൊന്നും ഓപ്ഷൻ നോക്കില്ല. മൂന്നാമത് 6 നമുക്ക് കിട്ടി എഴുതി വെച്ചു. ഇവിടെ ഓപ്ഷൻ ഇങ്ങനെ നോക്കി, MOR വരുന്ന ഓപ്ഷൻ ഇവിടെ. അപ്പോഴും ഒന്നല്ലേ ഉള്ളൂ. എന്തിനെല്ലാം ചെയ്യാൻ പോണത്? ഓപ്ഷൻ നോക്കിയിട്ടാണ് മാത്സ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആളുകൾ കുറഞ്ഞു വരുന്നുണ്ട്. 8:24. നമുക്ക് 8 എപ്പോഴാ നിർത്തണ്ടേ? 8:30 അത് 9. മുന്നേ ഞാൻ ക്യാമ്പിൽ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ലിസ്റ്റ് ഓടി പോകുന്നത്. അപ്പൊ എന്താ വേണ്ട, 8:30 നിർത്താൻ തോന്നുന്നു. ആളുകൾ 7, 8, 9 ആൾക്കാരുള്ളൂ. എത്ര വരെ പോവാം? 9 പേരുണ്ട്. ബാക്കിയുള്ളവർക്ക് എത്ര ഉണ്ടാവും? 8 ചോദിക്കാം അല്ലെ? ഓക്കെ. ഈ ഏരിയ കഴിയുമ്പോൾ ഏകദേശം 9 മണിക്ക് ആവും തോന്നുന്നു. നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ആൾക്കാർ ഇവിടെ നിൽക്കണം. നോക്കാം. മനസ്സല്ലേ? ഉണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലേ? അപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കേണ്ടത് ഈ പാറ്റേണും ഓപ്ഷനും നോക്കണം. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇതെല്ലാം ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് സമയം വേഗം തീർക്കാന്നുള്ളതുകൊണ്ടാണ്, പരീക്ഷ എടുത്തതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ചെയ്യിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൽ ചെയ്യുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണോ? 2, 10, 2, 10, 30, 60, 80 പഠിച്ചോളത് എന്താ വലിയ വലിയ സംഖ്യകളോ അങ്ങനെ ആലോചിക്കണ്ട. എന്നിട്ട് ഓപ്ഷൻ നോക്കാം. 60 ഓപ്ഷൻ 130, 92, 76, 88. വലിയ വലിയ ഒരു രക്ഷയില്ല. നമുക്ക് 5, 10, 15 ഡാഷ് തരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലേ? അത് ഇങ്ങോട്ട് ചോദിക്കൂല. നമ്മൾ കസ്റ്റമേഴ്സ് ആണ് ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വലിയതായിട്ട് വരെ നമ്മൾ ഒരു കാര്യം നോക്കണം. എന്താ പറയുക, ഇത് കൂട്ടല്ല ചെയ്യുന്നത്. 2, 10 ഒരു സംഖ്യ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ 30 പിന്നെ 68 കാരണം എന്തോ ഒരു ഗുണനാണ് നടക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ 2 എങ്ങനെയൊക്കെ 10 ആവാന്ന് മാത്രം അവിടെ നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് ആ പാറ്റേണിൽ എത്ര വേണം, 10, 30 എങ്ങനെ ആയി നോക്കാം. അല്ലാതെ ഓരോന്നിലേക്കും പോയാൽ നമുക്ക് ഡിഫറൻസ് വേഗം എടുത്താൽ ഒരു ആൻസർ കിട്ടില്ല. ഡിഫറൻസ് നോക്കാം. ഇതിന്റെ ആൻസർ എത്രയാ? 8. ഇതിന്റെ ആൻസർ 20. അടുത്തതിന്റെ ആൻസറോ 38. ഒരു കണക്ഷനും കിട്ടില്ല. ഒരു എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എല്ലാം 8 നമ്മൾ സുഖം 8 കൂട്ടി പോയാൽ മതി. നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് 2 എങ്ങനെ 10 ആവും അത് കണ്ടെത്തി. ഒന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതണത് നിങ്ങളെ പേപ്പറിൽ എഴുതണം. 2 + 8 = 10. പിന്നെ എങ്ങനെ ആക്കാൻ പറ്റുമോ? 2 + 2 × എന്ത് ചെയ്യാൻ പറ്റും? 2 × 5 അല്ലേ? അത് 10 ആവും. പിന്നെ 2 വേറെന്ത് ചെയ്യാൻ പറ്റുമോ? അതിൽ പ്ലസ് അല്ല, ഒന്നാമത് നമ്മൾ കട്ട് ചെയ്തൂടെ? കാരണം എന്താ, പ്ലസ് ആക്കുള്ള ഒരു ലോജിക് കൂടെ ആദ്യമില്ല. അപ്പൊ ഇത് ഒന്നല്ല, ഒന്നീ മെത്തേഡ് അല്ല. 2 × 5 2 എങ്ങനെ 2² ക്യൂബ് ഒക്കെ നോക്കുക. 2² എന്താ? 2². 2 × 2 4. പിന്നെ 2² + 6 വേണമെങ്കിൽ 10 ആക്കാം. എല്ലാ പോസിബിലിറ്റി നോക്കും നമ്മള്. ഇനി വേറെ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ക്ലാസ് പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞു, ഇത് മൈൻഡിൽ 2² + 2² + 2 അങ്ങനെ ലോജിക്കിന്റെ മൈൻഡിൽ ഒന്നും ചെയ്യുന്നു. അത് ഒരു കുട്ടി പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ സർ, ശരിയല്ലേ? 2² 2 2 4
ഇത് 2 4 4 4 8 പ്ലസ് 2 അതും 10 ഇങ്ങനെ ആവാം. ഇത് മാത്രം കണ്ടെത്തിയാൽ മതി. എന്നിട്ട് ബാക്കിലേക്ക് നമുക്ക് കൂട്ടും. വേറെ എന്തെങ്കിലും മെത്തേഡ് ഇതല്ല വേറെ ഞാൻ സജസ്റ്റ് ചെയ്യാണ്ടോ? ഒന്നും കൂടെ ഉണ്ട്. 2 സ്ക്വയർ വെച്ചു. ഇനി 2 ക്യൂബ് എന്താ? 2 ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 2 4 4 2 8 2 ക്യൂബ് പ്ലസ് 2 എണ്ണാവില്ലേ? 2 ക്യൂബ് 8 പ്ലസ് 2 10. ഇനി എന്ത് ചെയ്യണം അറിയോ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ല എന്ന് നോക്കാൻ പറ്റും. അപ്പൊ ഈ 10 എങ്ങനെ 30 ആക്കാം? ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഇതാണ്. നമ്മൾ ഈ 2 കട്ട് ചെയ്തു. 2 5 10 2 5 10 ഉള്ള പോലെ 10 ഇൻറ്റു 5 ഗുണിച്ചാൽ 50 ആവും. 10 ഇൻറ്റു 3 ഗുണിച്ചാൽ 30 ആവും. പക്ഷെ നമ്മൾ 2 ഇൻറ്റു 5 ഗുണിച്ചു പിന്നെ 2 ഇൻറ്റു 3 ഗുണിച്ചാൽ അത് പിന്നെ ഒരു പാറ്റേൺ കറക്റ്റ് അല്ലല്ലോ. ഒരേപോലെ സംഖ്യ അല്ലെങ്കിൽ എന്തെങ്കിലും കോമണാലിറ്റി ഉണ്ടാവും. അത് ഇതിൽ കട്ട് ചെയ്യും. 2 സ്ക്വയർ പ്ലസ് 6 അങ്ങനെയാണെങ്കിൽ 10 സ്ക്വയർ പ്ലസ് ഒരു സാധനം വരുമ്പോ എന്താ വരിക? 10 സ്ക്വയർ പറഞ്ഞാൽ തന്നെ 100. അത് വലിയ സംഖ്യ 30 നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിലേക്ക് വരും. മൂന്നാമത്തെ കട്ട് ചെയ്യും. ഏതപ്പോ എടുക്കുക? ഒന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ലോജിക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത്. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 അങ്ങനെ 10 കിട്ടും. അങ്ങനെ 10 സ്ക്വയർ പ്ലസ് അപ്പൊ തന്നെ 100 ആയി. 30 വരുമോ? ഇല്ല. എന്താ ചെയ്യാൻ പറ്റാ? 2 ക്യൂബ് പ്ലസ് 2 10 ആണ്. 10 ക്യൂബ് പ്ലസ് പറ്റില്ല. അപ്പൊ 1000 ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് കത്തുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും 2 ക്യൂബ് പ്ലസ് 10 വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് കുടുങ്ങിയോ? ക്യൂബ് പ്ലസ് എന്തെങ്കിലും ലോജിക്ക് ഇല്ല അല്ലേ? 3 ക്യൂബ് പ്ലസ് വെച്ചോക്കാം. എല്ലാ പോസിബിലിറ്റിയും 3 ക്യൂബ് എന്ന് വരാം. 3 3 3 27 പ്ലസ് 3 30 വരില്ലേ? 3 3 ഇൻറ്റു 3 പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 3 ക്യൂബ് പ്ലസ് 3 അങ്ങനെയാണെങ്കിൽ 68 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 4 ക്യൂബ് പ്ലസ് ഇത് കുറച്ച് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 4 ക്യൂബ് പ്ലസ് 3 അല്ല 4 68 കിട്ടണം. 4 ക്യൂബ് ആണ് എന്താ? 4 16 16 ഇൻറ്റു 4 64 64 പ്ലസ് 4 68. പാറ്റേൺ കിട്ടിയോ? എന്താണ്? 9 ആവില്ല അല്ലെ? ഇങ്ങനെയാണെങ്കിൽ പറയൂ. അപ്പൊ എന്താ ഉത്തരം വരിക? ഒന്നുകൂടെ പറയണത്. എല്ലാവരും സൈലന്റ് ആയി ഉറങ്ങിപ്പോയാ? 2 ക്യൂബ് പ്ലസ് 2 3 ക്യൂബ് പ്ലസ് 3 4 ക്യൂബ് പ്ലസ് 4 അങ്ങനെയാണെങ്കിൽ 5 ക്യൂബ് 5 ക്യൂബ് 125 പ്ലസ് 5 130. അതാണ് ഉത്തരം വരിക. എന്താണ് ക്ലിയർ ആയില്ല ഈ സാധനം? ഇത് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ടഫാണ് പെട്ടത്. മാത്തമാറ്റിക്സിന്റെ സിമ്പിൾ മാത്രമായിട്ട് നിങ്ങളെ സൂചിപ്പിച്ചൊരു കാര്യമില്ലല്ലോ. ചിലപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ വരലുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരുന്നു. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നു. സീരീസിലെ ഇപ്പൊ തൊട്ടുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വന്നാൽ കോംപ്ലിക്കേറ്റഡ് പിന്നെ സിമ്പിൾ വരും. ഈ ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്കി, ഇത് ചെയ്ത് നോക്കി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. 7 എങ്ങനെ 12 പറഞ്ഞേ? 5 കൂടി 12 എങ്ങനെ 19 പറയും എത്ര കൂടി? പിന്നെ 1-2 ആൾക്കാർ മൈക്ക് ഓൺ ആക്കി. നമ്മൾ കുറെ സമയമായി. ഇനി മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്ന് എല്ലാവരും മൈക്ക് ഓൺ ആക്കി. 12 ഇങ്ങനെ 7 കൂടി ഒരു പാറ്റേൺ കിട്ടില്ലേ? 5 7 19 എന്താവുമ്പോഴാണ് എന്ത് കിട്ടും? എന്താ കൂടണ്ടേ? 5 കൂടി 7 കൂടി 9 കൂട്ടിയേക്കാം. 19 പ്ലസ് 9
കിട്ടും? ഇവിടെ ഞാൻ പഠിപ്പിക്കും കേട്ടോ, നിങ്ങൾ പഠിക്കണം. 28 കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ 28 കിട്ടണമെങ്കിൽ ശരിയാണെങ്കിൽ അടുത്തും കൂടെ മാച്ച് ആവുക നോക്കിയാൽ നമ്മൾ പറഞ്ഞെന്താണ് 5 കൂടി 7 കൂടി ഇവിടെ 9 കൂടുമ്പോൾ 28 കിട്ടും. അങ്ങനെയാണെങ്കിൽ 28 പ്ലസ് എന്തായാലും കൂടണ്ടേ 11 ശരിയല്ലേ? 39 വരെ 28 10 30 39 ശരിയല്ലേ? ഇവിടുത്തെ പാറ്റേൺ എന്താ? +5 +7 +9 ഇങ്ങനെ ഈ പാറ്റേൺ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉത്തരം എന്താണ്? 28. അത് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതൊന്ന് ചെയ്തെന്നാ നിങ്ങള്. ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. കിട്ടണില്ല. 4 എങ്ങനെ 6 ആയി? അത് മാത്രം 4 എങ്ങനെ 6 ആയി ഒന്ന് പറഞ്ഞേ. 2 കൂടിയല്ലേ? ഒന്ന് ശരിയല്ലേ? ഉറങ്ങിയാ? 2 കൂടി 6 എങ്ങനെ 12 ആയി? 6 കൂടി അല്ലെങ്കിൽ 6നെ 2 കൊണ്ട് +2 ഗുണിച്ചു × 2 12 എങ്ങനെ 14 ആയി? +2 14 എങ്ങനെ 28 ആയി? 14 × 2 അല്ലേ 28. പാറ്റേൺ കിട്ടിയോ? +2 × 2 +2 × 2 ഇതാണ് പാറ്റേൺ. അങ്ങനെയാണെങ്കിൽ ഉത്തരം പറ. എല്ലാവരും അത്യാവശ്യം 60 ആണോ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ കണ്ടില്ല, അതുകൊണ്ടാണോ? ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 60 ആണ് ഓപ്ഷൻ അതിലുണ്ട്. എന്താണ് ഇന്നത്തെ വർത്തമാനം? ഓഫ് ആക്കി. നിങ്ങൾ ഓഫ് ആക്കണ്ട, മൈക്ക് ഓഫ് ആക്കണ്ട. 60 തന്നെ അല്ലേ? 28 എന്തായി? +2 30 30 × 2 +2 ഇങ്ങനെ പോകും. ഇതാണ് ഉത്തരം കേട്ടോ. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ പറയണോ? ബാക്കി 8:35 ആയി അല്ലേ? എന്താ പറയണ്ടേ? ബാക്കി പറയേ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഇതിലൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്കൽ റീസണിങ് തീർത്തിട്ട് നിർത്തിയാലോ? ഒരു 10 മിനിറ്റ് തീരും തോന്നുന്നുണ്ട്. കുറച്ച് സ്പീഡ് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം പറയാം. ഈ ക്വസ്റ്റ്യൻ ഇത് ഇതിലുള്ള ഇനിയുള്ള 1-2 ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ അപ്രോച്ച് പറഞ്ഞിട്ട് ഞാൻ പോവാം. അതായിരിക്കും നന്നാവുക. ഈ ക്വസ്റ്റ്യന്റെ അപ്രോച്ച് എങ്ങനെ ഇതിലേക്ക് നമ്മൾ പോകണം. എ മാൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം ഹിസ് ഹൗസ്. അതായത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് നോർത്തും സൗത്തും അറിയണം. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ മുന്നിൽ വെള്ള പേപ്പർ, അത് ഒരു സെന്ററിൽ നിന്ന് തുടങ്ങണം. ഒരു കോർണറിൽ പോയി തുടങ്ങി ഇങ്ങനെ പോയാലാണ് മുട്ടും. പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ സെന്ററിൽ കോർണറിൽ പോയി തുടങ്ങും. സെന്ററിൽ കോർണറിൽ പോയി തുടങ്ങും. ഇത് സെന്ററിൽ തുടങ്ങും. സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു എക്സ് ഇട്ടു. എന്നിട്ട് ഒരാൾ നേരെ എന്ത് ചെയ്യാണ്? നോർത്തിലോട്ട് 10 കിലോമീറ്റർ പോയി. ഇങ്ങനെ വരയ്ക്കണം, നോക്കണേ. 10 കിലോമീറ്റർ പോയി. ഈ സാധനം ശ്രദ്ധിക്കണം. ഇതിലാണ് എല്ലാവരും കണ്ടു പറയുമ്പോൾ കേൾക്കുകയില്ല. നിങ്ങളുടെ പേപ്പർ ഇങ്ങനെയല്ലേ ഇപ്പൊ നിൽക്കുന്നത്? ഇപ്പൊ ഈ വരച്ച് നിങ്ങളെ നെഞ്ഞിന് നിങ്ങളെ ഫേസിന് നേരെയല്ലേ? നിങ്ങളാണ് ഈ നടന്നു പോകുന്നത്. ഇങ്ങനെ നടന്നു പോകുന്നത്, എന്റെ റെഡ് മാർക്ക് ശ്രദ്ധിച്ചോ. ഇങ്ങനെ നടന്നു പോകുന്ന ഒരാള് വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത്തോട്ട് എന്താ തിരിയാ? വലത്തോട്ട്. നമ്മുടെ വലത്തോട്ടാണ് തിരിയുന്നത്. നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു. എന്താ ഇപ്പൊ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ തിരിച്ചു വെച്ചു. ഇങ്ങനെ തിരിയുമ്പോൾ ഇനി ഇവിടുന്ന് വീണ്ടും ഇയാള് ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇടത്തോട്ട് നമ്മള് സീറ്റിലിരുന്ന് ഇങ്ങനെ തിരിയും. നിങ്ങൾ ഇടത്തോട്ട് എങ്ങോട്ടായാലും ഒന്ന് ആലോചിച്ചൊക്കെ, മുകളിലേക്കാണോ താഴോട്ടാണോ? ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടാവുള്ളൂ. അടുത്ത വരെ വരച്ച ഒന്നും കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്ത് ചെയ്യാ? ഈ നിങ്ങളുടെ മുന്നിലുള്ള പേപ്പർ ഉണ്ടാവില്ലേ? പേപ്പർ ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾ പേപ്പറിൽ വരച്ച് നോക്കൂ. ഇങ്ങനെ ആയിരിക്കും വരിക.
ഞാൻ ഇവിടെ 5 കിലോമീറ്റർ പോയി, ഇവിടെ 10 കിലോമീറ്റർ പോയി. ഈ രണ്ടാമത് പോയ 10 കിലോമീറ്റർ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. 5 10 അല്ലേ? ഇപ്പൊ നമ്മുടെ മുഖത്തിന് നേരായില്ലേ ഈ പേപ്പർ? ഇവിടെ ഇപ്പൊ നമ്മൾ നല്ല സുഖല്ലേ? ഇയാള് ഇടത് തിരിഞ്ഞ് ഒരു 10 കിലോമീറ്റർ പോയതാ. ഇടത് തിരിഞ്ഞോളി, ഇടത് തിരിഞ്ഞ് 10 കിലോമീറ്റർ. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ഈ ആരും നമ്മളെ ഫേസിന് നേരല്ല. നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും ഇതിനെ തിരിച്ചു വെക്കുക. തിരിച്ചു വെക്കുക. അപ്പോൾ ഇതെങ്ങനെ വരും? ഈ നേരത്തെ ആരോ മാർക്ക് എപ്പോഴും എന്ത് ചെയ്യാ? ആരോ മാർക്ക് നമ്മുടെ മുഖത്തിന് നേരെ, ചെസ്റ്റിന് നേരെ നമ്മൾ നടന്നു പോണ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ആക്കി വെക്കുക. അങ്ങനെ പേപ്പർ തിരിച്ചാൽ, ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചില ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ ഇതിപ്പോ തിരിച്ചിട്ട് വേണ്ട സാറൊന്ന് പോയി, ഞങ്ങൾ എടുത്തും വലുത്തും നമുക്ക് അറിയില്ലെങ്കിൽ പറയും. ഒരു കുഴപ്പമില്ല, പരീക്ഷക്ക് മിക്കവാറും ആളുകൾ ഇത് പറഞ്ഞ ആളുകൾ എന്തെന്റെ ഈ പരീക്ഷക്ക് തെറ്റിക്കും. വരക്കുമ്പോ നമ്മൾ വലത്തും എടുത്തും അറിയാത്തതുകൊണ്ടല്ല പ്രശ്നം. നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ നമ്മുടെ വലതൊന്നും മാറിയാൽ പോയി. നമ്മൾ വരച്ച് തെറ്റിയിട്ട് വേറെ ആംഗിളാണ് പോവുക. അത് പോകുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ ഉത്തരം തെറ്റും. കാര്യം മനസ്സിലായോ നമുക്ക്? പേപ്പർ തിരിച്ച് അവസാനം നമുക്ക് എന്ത് ചെയ്യാം? പഴയ പോലെ എവിടുന്ന് തുടങ്ങി നമുക്ക് അറിയില്ലോ. പഴയ പോലെ തിരിച്ചു വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ താഴെ വരച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതെന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അപ്പോ ഞാൻ ഗ്രീൻ കളർ കൊണ്ട് വരക്കുന്നതാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ കടത്തിട്ട് വരച്ചത്. ഇതിങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇയാൾ ഇവിടെ എത്തി. വരച്ച കുറച്ച് വളയുന്നൊക്കെ ഉണ്ട്. ഞാൻ എന്റെ ഇതിൽ വരയ്ക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഇയാൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന അകലം ഡയറക്റ്റ് എത്രയെന്നാ ചോദിക്കുക. ഡയറക്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതേനു? ഞാൻ നീല മാർക്ക് കൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഒരു കുത്തി വരയുണ്ട്. ഇത് മുതൽ ഇതാണ് സ്റ്റാർട്ടിങ് ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ്. താഴെ വരയ്ക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഈ അകലം എത്രയായിരിക്കും? ഇവിടെ 10 അല്ലേ? അപ്പൊ ഇതായിരിക്കും ഇവിടെ 10. ഇവിടെ എത്രയാണ്? 5. 5 മൊത്തം 15 കിലോമീറ്റർ എന്ന് ഉത്തരം കിട്ടും. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? വേണ്ട? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ കൂടെ ഉണ്ട്. ഇനി ചില ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേഗം ആൻസർ കാണിക്കാം. ഇത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് നമുക്ക് ഇതിങ്ങനെ വരച്ച് ചെയ്യുന്ന സമയത്ത് വരക്കൽ എങ്ങനെ വരിക വെച്ചാൽ, ഇങ്ങനെ വരച്ചു 6 കിലോമീറ്റർ. ഇയാൾ ഇങ്ങോട്ട് പോയി 3 കിലോമീറ്റർ, അല്ല 5 കിലോമീറ്റർ. മുകളിലോട്ട് 3 കിലോമീറ്റർ പോയി. 3 എന്ന് പറയുമ്പോ ഇത്ര, ഈ സൈഡിൽ നമ്മൾ 6 വരച്ചില്ലേ പാരലായിട്ട്. പിന്നെ 3 പറയുമ്പോൾ ഏകദേശം ഇതിന്റെ ഒരു പകുതിയെ വരക്കാൻ പാടുള്ളൂ. ചിലർക്ക് എന്ത് ചെയ്യും? നേരെ പോയിട്ട് വരച്ചപ്പോഴാണ് നിൽക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ഇനി അടുത്ത ദിവസം ഇയാളോട് പറയുന്നത് ഇനി വീണ്ടും 9 കിലോമീറ്റർ പോയി. 9 പറഞ്ഞെന്താ അറിയോ? 9 പറയുമ്പോ കണ്ടോ ഇവിടെ ഇങ്ങനെ വരച്ചു. ഇവിടെ 5 താഴെ, ഇവിടെ 5 ഇല്ലേ? ഈ 5 കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകണം. ഇവിടെയാണ് ഇയാൾ എത്തിയത്. ഹലോ, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി, പിന്നെ താഴോട്ട് പോയി, ഇങ്ങനെ വന്ന് ഇയാള് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിന്നെ ഇവിടെ എത്തി. എന്നിട്ട് ചോദിക്കണം എന്താ? ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന്, അതായത് ഗ്രീൻ മാർക്ക് കൊണ്ട് ഞാൻ ഇൻഡുട്ടത്, സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും ഇയാൾ എത്തിയ സ്ഥലത്തേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതാണ് സാധനം. പണ്ട് പഠിച്ചില്ലേ ത്രികോണം? ഇത് ഞാൻ മാറ്റിയിരിക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? ഈ അകലം വെച്ചിട്ട് ത്രികോണമായി സാധനം. പണ്ട് പഠിച്ചോർമ്മ കർണം, ഹൈപ്പോട്ടനേസ്, കർണം സ്ക്വയർ സമം എന്തായിരുന്നു? പൈതഗോറസ് തിയറി. ഈ താഴെ ബേസ് പാദം സ്ക്വയർ അല്ലേ, പ്ലസ് ഹൈറ്റ് ലംബം സ്ക്വയർ. ഓർമ്മ സാധനം ലംബം സ്ക്വയർ. അപ്പോ നമ്മള് ഇതിലിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതൊന്നുകൂടെ വരയ്ക്കണം. ഞാന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യാ? ഈ അളവ് എടുക്കണം. ഈ അളവും ഈ താഴത്തെ അളവ് എടുത്ത് അതിന്റെ സ്ക്വയർ കണ്ട് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. ഇത് വരച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വരിക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കളർന്ന് മാറ്റട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇയാൾ താഴോട്ട് വന്നു, 6 കിലോമീറ്റർ 5 കിലോമീറ്റർ വന്നു, 3 കിലോമീറ്റർ വന്നു, പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു 9. അപ്പൊ ഇതെത്രയാണ്? 5. ഈ പുറത്തേക്ക് നിൽക്കുന്ന 5. കാരണം മൊത്തം 9-ൽ ഇവിടെ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ താഴെ 5 ആയിരുന്നു, ഇവിടെ 5 ആയിരിക്കും. ഇത് മൊത്തം എത്രയാണ്? 6 ആണ്. അതിൽ ഈ ഹൈറ്റ് എത്രയാണ്? 6-ന്റെ പകുതിയിൽ എവിടെ വന്നു? ഇവിടെ ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. ഇവിടെ ബാക്കി 3.
അതായത് ഇയാൾ എന്താ കാണേണ്ടത്? ഈ കർണം എന്ന സമയം കാണും. അതായത് 4² പ്ലസ് 3² ലാസ്റ്റ് സമയമാകുമ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ടാവും, വേഗം നിർത്താം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4² നോക്കിക്കോണം 16 25 റൂട്ട് എന്ന് പറയാം, അപ്പൊ 5 കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്താൽ വേണമെങ്കിൽ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ UGC നെറ്റിന് ചോദിച്ച കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻ. ഇതിലേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മുമ്പൊക്കെ ചോദിച്ചിരുന്നത്, ഇതിന് ശേഷം എടുക്കുകയാണ് ചോദിക്കുന്നത്. അങ്ങനെ വരച്ച് ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ അകലത്തിലൊക്കെ ചോദിക്കും, നമുക്ക് ഡയറക്റ്റ് കാണാനേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹലോ, ഒന്ന് മൈക്കിൽ വന്നേ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേ. സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ ഇത് പറഞ്ഞിട്ട് നിർത്താം, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഏതാ ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ 25 കിട്ടിയതാണോ അതല്ല ഇതിന്റെ ഈ അളവ് കിട്ടിയതാണോ? അളവ് കിട്ടിയത് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അളവ് കിട്ടിയത് കഴിഞ്ഞിട്ടാണോ? കേട്ടില്ല. അളവ് കിട്ടിയത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിവിടെ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഈ ഒരു സാധനല്ലേ കാണുന്നത് ഇവിടെ വരയ്ക്കുന്നത്. ഈ കർണം എന്ന സാധനം പണ്ട് സ്കൂളിൽ പഠിച്ചില്ലേ, ഹൈപ്പോട്ടനിസ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആയിരുന്നു. കർണം സ്ക്വയർ ഇതിലാണെങ്കിൽ കർണം സ്ക്വയർ മലയാളം, അപ്പൊ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 10ാം ക്ലാസ്സിൽ പഠിച്ച സാധനമാണ്. 10ലോ 8ലോ ഒരു ത്രികോണത്തിന്റെ ഇങ്ങനെ തന്നാൽ ഈ ഒരു സാധനം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ സ്ക്വയറും ഇവിടത്തിന്റെ സ്ക്വയറും എടുത്ത് ഇങ്ങനെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ഇതിന്റെ കാരണം. അത് പൈതഗോറസ് തിയറി നമ്മളോട് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, മനസ്സിലായി തോന്നുന്നു. ലൈക്ക് കിട്ടുന്നത് ബാക്കി എന്തുണ്ട്. ഇനി ഭയങ്കര രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യന്റെ ലെങ്ത് കണ്ടോ നിങ്ങള്? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അപ്പൊ കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്യും. പിന്നെ ലെഫ്റ്റ് ആയോ? ശ്രദ്ധിച്ചോ. അലി ബൈസ്, 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ കേട്ടോ. അലി ബൈസ് എ ഗ്ലാസ്, എ പെൻസിൽ ബോക്സ് ആൻഡ് എ കപ്പ്, പേസ് 21 ഷോപ്പ് കീപ്പർ എന്നൊക്കെ പറയുന്ന കഥ. ഇത് ബാക്കി ഞാൻ വേഗം പറയാം. ഈ ക്വസ്റ്റ്യൻ ഒരു ബുക്ക് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബുക്കിൽ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് പറയുന്നതായിരിക്കും ഒരു അലി വാങ്ങുന്നത് കപ്പ് ഗ്ലാസിന്റെ എക്സ് ഇടാം, വൈ ഇടാം, സെറ്റ് ഇടാം എന്നൊക്കെ പറഞ്ഞ കുറെ ഫോർമുല എഴുതി അവസാനം എന്തെങ്കിലും ഉത്തരം കിട്ടും. നമുക്കതിന് സമയമില്ലല്ലോ, നമ്മൾക്ക് ഷോർട്ട് കട്ടിന്റെ ആൾക്കാരല്ലേ. നമ്മൾ ചെയ്യേണ്ടത് അറിയോ? ശ്രദ്ധിച്ചോ, എന്റെ കൂടെ തന്നെ ചെയ്തോ. അലി എ ഒരു ഗ്ലാസ് 1G പ്ലസ്, ഒരു പെൻസിൽ 1P പ്ലസ്, ഒരു കപ്പ് 1C ഈക്വൽ ടു 21 രൂപ എടുക്കുന്നു. ഇനി അടുത്ത രാകേഷ് ആണ്. രാകേഷ് ആർ എന്താ വാങ്ങുന്നത്? ഒരു കപ്പ് 2 പെൻസിൽ 1 ഗ്ലാസ്, അപ്പൊ 1G പ്ലസ് 2 പെൻസിൽ 2P പ്ലസ് 1 കപ്പ്. ഇയാൾ എത്ര എക്സ്ട്രാ കൊടുക്കണത്? 28 രൂപയാണ് ഇയാൾ അടക്കണത് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. ഇയാൾ 28 എടുക്കണം, രാകേഷ് അലി 21 എടുക്കണം. ഇപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അലി രാകേഷുള്ള വ്യത്യാസം എന്താ? അലി എല്ലാം ഓരോന്ന് വാങ്ങുന്നുള്ളൂ, 21 രൂപ എടുക്കുന്നത്. പക്ഷെ രാകേഷ് 7 രൂപ ഏറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അലിയേക്കാൾ രാകേഷ് വാങ്ങുന്ന സാധനം എന്താ? പെൻസിലല്ലേ അധികം വാങ്ങുന്നത്. അപ്പൊ ഒരു പെൻസിലിന്റെ വില ഇപ്പൊ എന്താണ്? 7 ഇത് കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? മൈക്ക് ഓഫാക്കില്ലാരും പോയില്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്താ പറയുന്നത്? പ്രീതി. എന്താ പ്രീതി ബൈസ് 2 ഗ്ലാസ്. അപ്പൊ ഇവിടെ ഇതിന്റെ താഴെ പ്രീതിയുടെ ഇതാണ്. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കളർ മാറ്റി ചെയ്തട്ടെ. പ്രീതി കളർ മാറ്റി മനസ്സിലാകാൻ വേണ്ടി കേട്ടോ, കളർ മാറ്റി കളിക്കല്ലേ. 2 ഗ്ലാസ് വാങ്ങുന്നു. പിന്നെ 2 ഗ്ലാസ്, എ കപ്പ്, 2 പെൻസിൽ 1 കപ്പ്. പ്രീതി കൊടുക്കുന്നു 35 രൂപ. ടോട്ടൽ പ്രീതി പേസ് 35 rupees. അപ്പൊ പ്രീതി രാകേഷുള്ള വ്യത്യാസം എന്താ? ഈ അലി എല്ലാം ഓരോന്ന് വാങ്ങുന്നു. രാകേഷ് 2 പെൻസിൽ, പ്രീതി 2 പെൻസിൽ, 1 കപ്പ് 1 കപ്പ്. പക്ഷെ പ്രീതി രാകേഷിനേക്കാൾ 1 ഗ്ലാസ് ഏറെ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ്? രാകേഷ് 28 രൂപ, ഇവള് 35 കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് എത്ര? 7. അതിനർത്ഥം ഗ്ലാസിന്റെ വില എത്രയാണ്? 7. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചില്ല, സമയം കളയേണ്ട വെച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കാതെ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഗ്ലാസിന്റെ വിലയും 7, പെൻസിലിന്റെ വിലയും 7. ചോദ്യം എന്താ? കോസ്റ്റ് ഓഫ് 10 കപ്പ്. 1 കപ്പിന്റെ വില അറിഞ്ഞാൽ എന്താ അതേ ഇൻറ്റു 10 ചെയ്താൽ മതി അല്ലേ?
അപ്പൊ നമുക്ക് എന്താ ചോദിച്ചാല് ഇനി അലിന്റെ അടുത്തേക്ക് വരാം. അലിന്റെ കഥ എന്തായിരുന്നു? അലി ഒരു ഗ്ലാസ് വാങ്ങുന്നു, 7 റുപ്യ എടുത്തു. ഒരു പെൻസിൽ വാങ്ങുന്നു, 7 റുപ്യ, 7, 14. മൊത്തം ഇയാൾ എത്ര കൊടുക്കണം? 21 റുപ്യ എടുക്കുന്നു. 21-ൽ 14 റുപ്യ കപ്പിനും ഗ്ലാസിനും പെൻസിലിനും, ബാക്കി എത്ര ഉണ്ട്? 7 രൂപ ഉണ്ട്. ഒരു കപ്പിന്റെ വിലയും 7 ഈ ക്വസ്റ്റ്യനിൽ. അല്ലെങ്കിൽ 7 × 7 × 10, 70 റുപ്പീസ്. ഓപ്ഷൻ ഡി ഉത്തരം കിട്ടും. ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും അലി 3 വാങ്ങുന്നുള്ളൂ, 21 റുപ്യയിലേ കൊടുക്കണം, 21/3 ചെയ്യുമ്പോൾ 7 കിട്ടും, അത് തന്നെയല്ലേ ഉത്തരം എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമെങ്കിലും ആ മെത്തേഡ് കറക്റ്റ് അല്ല. കാരണം അലി ഗ്ലാസിന് 8 രൂപ കൊടുത്തു എന്നാണെങ്കിലോ 8 രൂപ കൊടുത്തു. പെൻസിലിന് 9 രൂപ കൊടുത്തു, 17 രൂപ ഇപ്പൊ തന്നെ. ബാക്കി 5 രൂപ ഇപ്പം ഉണ്ടാവുള്ളൂ, കപ്പിനുണ്ടാവുള്ളൂ. അത് നമുക്കറിയില്ല. ഈ ഇതിൽ ബൈ ചാൻസിൽ 3-നും സെയിം വില ആയി എന്ന് മാത്രം. ഇപ്പൊ ചെയ്ത രീതിയിലാണ് അത് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയട്ടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അടുത്തേക്ക് പോട്ടെ. നിർത്തണം. എത്രയും സമയം? 48 വെറുതെ ഉണ്ടാക്കുക. നെക്സ്റ്റ്. ഓക്കെ. ഇത് എണ്ണാനാട്ടോ. ഇതൊരു മാത്തമാറ്റിക്കൽ റീസന്റെ പഴയ ക്വസ്റ്റ്യൻ ആണ്. ലോജിക്കലാണ് മാത്തമാറ്റിക്കൽ റീസൺ. എ പാർട്ടി വാസ് ഹെൽഡ്. ഇതിലെ സ്റ്റോറി എന്താ പറയുക? നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ദ പാർട്ടി. ഈ പാർട്ടിയിൽ എത്ര ഫീമെയിൽ ഉണ്ടെന്നാണ് ചോദ്യം. ഞാൻ പറയുമ്പോൾ എണ്ണിക്കോ. എ പാർട്ടി വാസ് ഹെൽഡ് ഇൻ വിച്ച് ഗ്രാൻഡ് മദർ, ഒന്നായില്ലേ, ഫാദർ, മദർ, 4 sons, their wives and 1 son and 2 daughters to each of the sons were present. The number of females in the family. എന്താ ഉത്തരം? അത് നിങ്ങൾ പറയും. വളരെ സിമ്പിൾ. എണ്ണാൻ അറിയോ? പക്ഷെ നിങ്ങൾ എണ്ണാൻ തെറ്റിന് ഉത്തരം അവിടെ ഉണ്ടാവും. കറക്റ്റ് 9 അപ്പുറം 1 മിനിറ്റ് പോലെ, പരമാവധി 9 മണിയാണ്. അതിന് മുമ്പ് നമ്മൾ അടുത്ത ടോപ്പിക്ക് വരുന്നതിന് മുമ്പ് നിർത്തും. എടാ എണ്ണാൻ അറിയില്ലേ? സാഫികളിൽ കുട്ടികൾ എന്തെങ്കിലും എണ്ണാത്തത് ക്ഷീണിച്ചിട്ടാണോ? ഓപ്ഷൻ ഏതാ? ഏ അല്ല, നോക്കാം നമുക്ക്. ബാക്കിയുള്ള ആൾക്കാർ എണ്ണുന്നില്ല അല്ലെ? ഗ്രാൻഡ് മദർ 1. ബി ചില ആൾക്കാരെ പറയുന്നില്ല. ഓക്കെ, ബി ആണ് ഉത്തരം. ഗ്രാൻഡ് മദർ, ഫാദർ കഴിഞ്ഞിട്ട് മദർ 2 4 sons, their wives. എത്ര ആൾക്കാരുണ്ടാവും? 4 മരുമക്കളില്ലേ? അപ്പോ 3, 4, 5 ആളായപ്പോ അല്ലെ? 4, 5, 6 ആളായി. 4 മരുമക്കൾ, ഗ്രാൻഡ് മദർ പ്ലസ് മദർ, അതുപോലെ തന്നെ 6 ആൾക്കാരെ. പിന്നെന്താണ് ഇവിടെ? 8 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും 8 എഴുതുന്നു. പിന്നെന്താ? ഈച്ച് 2 daughters to each of the son. ഇവിടെ എല്ലാവരും 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ 6 ആൾക്കാർ വലിയ ആൾക്കാർ പ്ലസ് 2 കുട്ടികൾ 8 ഉത്തരം ചെയ്തു. ഭാഗ്യത്തിലൂടെ 8 ഓപ്ഷൻ ഇല്ല. ചില ആൾക്കാർ 8 കാര്യം കിട്ടിയിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ തെറ്റ് നമ്മൾ പോയത് ഉണ്ടാവാറുണ്ട്. ഈച്ച് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ 4 മക്കളുണ്ട്, ആൺമക്കൾ. അവർക്കൊക്കെ 2 പെൺകുട്ടികൾ, 2, 4, 8 കുട്ടികളുണ്ട്. 6 മുതിർന്നവരുണ്ട്. അപ്പൊ 14. അതാണ് ഉത്തരം. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അടുത്തേക്ക് പോണേ. പറയുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്താം കേട്ടോ. അറ്റ് പ്രസന്റ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. അറ്റ് പ്രസന്റ് പേഴ്സൺ ഈസ് 4 times older than his son. ഒരു ഫോർമുല ഉപയോഗിക്കേണ്ട, നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് എഴുതിയത്. സിമ്പിൾ ലോജിക് അതിലേക്ക് കൊണ്ടുവരാം. 4 times older than his son. അപ്പൊ ഒരു അച്ഛനുണ്ട്, ഫാദർ. ഇയാള് സണ്ണിന്റെ 4 മടങ്ങാണ്. എന്താ? സണ്ണിന്റെ വയസ്സ് × 4 അല്ലേ? സണ്ണിന്റെ വയസ്സ് × 4 × അതാണ് ഇയാളെ വയസ്സ്. 3 years older than his wife. വൈഫിന് 50 വയസ്സാണെങ്കിൽ ഇയാൾക്ക് 53 വയസ്സായിരിക്കും. 3 years older than ആണ്. വൈഫിന് 15 വയസ്സാണെങ്കിൽ ഇയാൾക്ക് 18 വയസ്സായിരിക്കും. ഉദാഹരണമാണ്. ഓക്കെ, ഇനി എന്താ പറയണത്? അപ്പൊ നമുക്ക് ഇതിന് ഉത്തരം കിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. 4 time older ആണ് വൈഫിന്റെ
3 വയസ്സ് ഇയാൾക്ക് കൂടുതലുള്ളൂ. പക്ഷെ ഇവിടെ നമുക്കൊരു ക്ലൂ തരുന്നത്, ഈ ക്ലൂ കണ്ടെത്തുന്ന നമ്മുടെ പണി. ആഫ്റ്റർ 3 years, ഇത് കഴിഞ്ഞാൽ നിർത്തിട്ടോ. ആഫ്റ്റർ 3 years ഏജ് ഓഫ് ദ സൺ വിൽ ബി 15 years. അപ്പൊ കിട്ടിയില്ലേ? നിങ്ങളുടെ ചോദ്യം എന്താ? ഏജ് ഓഫ് ദ പേഴ്സൺസ് വൈഫ് ആഫ്റ്റർ 5 years. അത് നോക്കണം കേട്ടോ. 5 വർഷം വൈഫിന്റെ വയസ്സ്. അപ്പൊ ഇപ്പത്തെ വൈഫിന്റെ വയസ്സ് കിട്ടിയാൽ അതിക്ക് കൂട്ടിയാൽ മതി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ആഫ്റ്റർ 3 years ഏജ് ഓഫ് ദ സൺ വിൽ ബി, സണ്ണിന്റെ വയസ്സ് 3 വർഷം കഴിഞ്ഞാൽ, 3 വർഷം കഴിഞ്ഞാൽ 15 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര ആയിരിക്കും? പ്രസന്റ് ഏജ് എന്തായിരിക്കും? ഒന്ന് വൈക്കോണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഫീഡ്ബാക്ക് ആൻസർ പറയല്ലേ. പ്രസന്റ് ഏജ് 12 അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ വയസ്സ് എന്തായിരിക്കും ഇപ്പൊ? അച്ഛന്റെ വയസ്സ് പിന്നെ വൈക്കോണാക്കുന്നത്, നീയാണ് വൈക്കോണാക്കുന്നത്, ബാക്കിയുള്ളവർ ഓണാക്കണേ. അച്ഛന്റെ വയസ്സ് ഇപ്പൊ എന്തായിരിക്കും? പുത്തൻ തെറ്റിയുള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ മതി. 12 മകന്റെ വയസ്സ് കിട്ടിയില്ലേ? ആ 48 ആണെങ്കിൽ നമ്മുടെ വൈഫിന്റെ വയസ്സ് 5 വർഷം കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിക്കും. വൈഫിന്റെ ഇപ്പത്തെ വയസ്സ് എന്തായിരിക്കും? വൈഫിന്റെ ഇപ്പത്തെ വയസ്സ് 45 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? ഇയാളേക്കാൾ, അച്ഛനേക്കാൾ അല്ലെങ്കിൽ ഭർത്താവിനേക്കാൾ 3 വയസ്സ് കുറവാണ് ഭാര്യക്ക്. 45. അപ്പൊ ഉത്തരം എന്താ? നിങ്ങൾ ആലോചിക്കും. 45 ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി. ചാടി എഴുതരുത്. ചോദ്യം എന്താ? ഏജ് ഓഫ് പേഴ്സൺസ് വൈഫ് ആഫ്റ്റർ 5 years. ഇപ്പത്തെ വയസ്സാണ് 45. ആഫ്റ്റർ 5 years ഇറ്റ് വിൽ ബി 50. ഹലോ സാഫി ടീം, ഇത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ഇല്ല ക്ലിയർ ആണ്. ഓക്കെ. എങ്കിൽ ഇതിൽ വരാത്തൊരു ടോപ്പിക്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ അതിന്റെ ഒരു ക്ലൂ മാത്രം പറഞ്ഞിട്ട് നിർത്തണം. 1 മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ് നിങ്ങൾ തരണം. അത് കഴിഞ്ഞ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. ആരും പോകരുത്, ഉള്ള ആൾക്കാർ ഇവിടെ നിൽക്കണേ. ഇതിലൊരു ക്വസ്റ്റ്യൻ പറയണ്ട, ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ. ഞാൻ അതിന്റെ ക്ലൂ എങ്ങനെയാണെന്ന് മാത്രം പറയാം. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരാളുടെ അച്ഛന്റെ, അമ്മയുടെ, ഏട്ടത്തിയുടെ, ഇങ്ങനെ ഏട്ടത്തിയുടെ അച്ഛന്റെ ഒരേ ഒരു മകന്റെ മകളാണ് ഇവൾ എങ്കിൽ ഇവളും ഞാനുള്ള ബന്ധം ഉണ്ടാകും. അപ്പൊ നമ്മൾ വായുവിൽ ബന്ധം ഉണ്ടാക്കരുത്. നമ്മുടെ ഫാമിലി ബന്ധം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ബന്ധം ഉണ്ടാക്കിയാലൊന്ന് പരീക്ഷ കുറ്റം കിട്ടും. ചെയ്യേണ്ട എന്താ അറിയോ? ഞാൻ വരയ്ക്കുന്നുണ്ട്. ഒരാളുടെ എക്സിന്റെ അച്ഛനെ വരെ മുകളിലേക്ക് ഇട്ടു, ഫാദർ. എക്സിനെ വെച്ച് വരയ്ക്കുമ്പോ എക്സിന്റെ അച്ഛന്റെ ഭാര്യ നമ്മൾ നേരെ വരയ്ക്കാം, വൈഫ് പറഞ്ഞാൽ ഈ എക്സിന് ആരാണ്? മദർ അല്ലേ? മദർ. വൈഫിന്റെ ഒരേ ഒരു ബ്രദറിന്റെ, വൈഫിന്റെ ബ്രദർ പറഞ്ഞാൽ ഈ എക്സിനെ വെച്ചിട്ട് നമ്മൾ പറയാം. എക്സിന്റെ ആരായിരിക്കും ബ്രദർ പറഞ്ഞാല്? ഒരേ ഒരു ബ്രദർ. എക്സിന്റെ ആരായിരിക്കും? ബ്രദർ പറയും. എടാ എക്സിന്റെ അച്ഛന്റെ, എനിക്ക് മനസ്സിലായെന്ന് അറിയാം. അച്ഛന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ അമ്മയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മയുടെ ബ്രദർ നമുക്കാരാ? അങ്കിളല്ലേ? അല്ലേ? അങ്കിളാ ടൈപ്പ് ചെയ്യുന്നത് എപ്പോഴും കണ്ടു. അങ്കിൾ അല്ലെ? അപ്പൊ ഇങ്ങനെ ചോദ്യം എന്താണ്? എക്സിന്റെ ഫാദറിന്റെ വൈഫിന്റെ ഒരേ ഒരു ബ്രദറിന്റെ ഒരേ ഒരു മകനാണ് സുമൻ എങ്കിൽ എക്സും സുമനുള്ള ബന്ധം എന്താ ബന്ധം? എന്തോ ബന്ധം. നമ്മളെ നമ്മളെ ബന്ധം എന്താ? കസിൻ. ഇനി ഈ എക്സിന്റെ മകളുടെ പറയുകയാണെങ്കിലോ താഴോട്ട് വരയ്ക്കാം. മകൾ വൈയുടെ മകളാണ് സെറ്റിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് പി. ഗ്രാൻഡ് ഫാദർ വന്നായിരിക്കും അച്ഛന് ഇവിടെ അല്ലേ? അപ്പൊ ഈ എക്സ് ആണോ പെണ്ണോ മക്കളില്ല. പി ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഗ്രാൻഡ് മദർ ആയിരിക്കും. അപ്പൊ താഴോട്ട് ആണെങ്കിൽ മക്കളാണെങ്കിൽ താഴോട്ട് വരയ്ക്കുക, ബ്രദേഴ്സ് ആണെങ്കിൽ സിബ്ലിങ്സ് ആണെങ്കിൽ നേരെ വരയ്ക്കുക. എക്സിന്റെ ബ്രദർ ആണ് പിയുടെ വൈഫാണ് സെറ്റ്. അപ്പൊ എന്ത് ചെയ്യാ? വൈഫ്, ബ്രദർ, സിസ്റ്റർ ഒക്കെ നേരെ വരയ്ക്കുക. അച്ഛൻ ഗ്രാൻഡ് ഫാദർ ഇവിടെ മുകളിലോട്ട് വരയ്ക്കുക. മക്കൾ താഴോട്ട് വരയ്ക്കുക. തിരിച്ചൊന്നും വരയ്ക്കലില്ല. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞാനൊരു 8:30 വരെ പോകുന്ന ഏകദേശം. നിങ്ങളിങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി. നല്ല ടയർഡായിരുന്നു. പക്ഷെ നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഈ ലൈക്ക് കാണുമ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും ഈ ക്ലാസ് ഇതുവരെ എത്താൻ പറ്റി. എത്ര ഏരിയ കംപ്ലീറ്റ് ആവും ഞാൻ കരുതിയില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? പറയാൻ ആൾക്കാരൊക്കെ അല്ലേ? മതി, 9 ആൾക്കാർ. ഓക്കെ.
ടീച്ചേഴ്സ് ഉണ്ടാവും ഇതില് ഇല്ല? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. നീ വയ്യ അല്ലേ? ഒന്നും പറഞ്ഞല്ലോ. ഓക്കെ, സി യു ആൾ. താങ്ക് യു.